ICDS സൂപ്പർവൈസറിന്റെ സൈക്കോളജിയുടെ രണ്ടാമത്തെ മോഡ്യൂളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ മോഡ്യൂൾ അത് പെർസെപ്ഷൻ എന്നുള്ളതാണ് അല്ലേ. പെർസെപ്ഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വേർഡ് നോക്കുകയാണെങ്കിൽ ധാരണ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. ധാരണ. അപ്പോൾ ധാരണ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലേ മനുഷ്യനിൽ. അപ്പോൾ ഈ ധാരണയിലൂടെ അല്ലെങ്കിൽ ഈ പെർസെപ്ഷനിലൂടെ ഓരോ വ്യക്തിക്കും ശരിക്കും അവരുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ അനുഭവങ്ങളെ മനസ്സിൽ എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്, നമുക്ക് ചുറ്റും നിന്ന് നമുക്ക് കിട്ടുന്ന ആ അനുഭവങ്ങളെ എങ്ങനെയാണ് നമ്മൾ അർത്ഥവത്താക്കി എടുക്കുന്നത്, അതിന് ഒരു അർത്ഥം നൽകാനായിട്ട് സാധിക്കുന്നു ഈ ധാരണയിലൂടെ എന്ന് പറയും. ഇത് ശരിക്കും സെൻസറി ആയിട്ടുള്ള വിവരങ്ങൾ, ആ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്ന സെൻസറി ആയിട്ടുള്ള വിവരങ്ങളെ അതിനെ ക്രമീകരിക്കുകയും അതിനെ തിട്ടപ്പെടുത്തി അറേഞ്ച് ചെയ്ത് അതിന് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം അതിന് കണ്ടെത്തുകയും ചെയ്യുകയാണ് ഈ ധാരണ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മൾ ശരിക്കും നമ്മുടെ ആ ഒരു ജീവിതത്തെയും നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെയും മനസ്സിലാകുകയും അതിനെ എന്ത് രീതിയിലാണ് നേരിടേണ്ടത് എന്നുള്ളതനുസരിച്ച് നമ്മൾ നേരിടുകയും ചെയ്യുന്നു അല്ലേ. ഈ ധാരണ എന്ന് പറയുമ്പോഴത്തേക്ക് വെറും ഒരു ആകർഷണ പ്രക്രിയ അല്ല ഈ ധാരണ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ എന്താ പറയേണ്ടത് സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾ, ഇതിനെയൊക്കെ ശരിക്കും അതിനൊക്കെ ഒരു അർത്ഥം കാണുക, ഒന്ന് വ്യാഖ്യാനിച്ച് എടുക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഈ ധാരണയിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഒരു പാർക്കിലൂടെ നടക്കുകയാണ് ഒരു സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ അതിരാവിലെ സമയത്ത്, നേരം ശരിക്കും വെളുത്തിട്ടില്ല എന്ന് കണക്കാക്കുക. അങ്ങനെ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഒരു ഡാർക്കായിട്ടുള്ള ഒരു ഫിഗർ, ഒരു മനുഷ്യ രൂപം നമ്മുടെ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ട് നമ്മളൊന്ന് ചിത്രീകരിക്കുക. അപ്പൊ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അത് കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഒന്ന് ഫീൽ ചെയ്യും അല്ലേ. ഒരു പക്ഷെ നമ്മൾ കുറച്ച് ഒന്ന് ഭയപ്പെടും. കാരണം എന്താ, നമ്മുടെ മനസ്സ് പെട്ടെന്ന് ഇത് എന്തോ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരികയാണ്. ഇതാണ് ശരിക്കും നമ്മുടെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ പെർസെപ്ഷൻ ശരിക്കും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ബ്രെയിൻ ശരിക്കും ആ ഒരു സെൻസറി ഇൻഫർമേഷൻ, ഇവിടെ നമുക്ക് ലഭിക്കുന്ന സെൻസറി ഇൻഫർമേഷൻ എന്താണ്? നമ്മൾ ആ ഒരു സൈറ്റിലൂടെ, കാഴ്ചയിലൂടെ നമ്മൾ ആ ഒരു ഡാർക്ക് ഫിഗറിനെ കാണുന്നതാണ്. എന്നിട്ട് പെട്ടെന്ന് പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഒരു സെൻസറി ഇൻഫർമേഷനും കാണുന്ന ഇവിടെ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസും ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിരിക്കില്ല, പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം. ഇതേ കണക്ക് എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ആ ഫിഗർ അടുത്തേക്ക് വരുംതോറും നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു സാധാ ഒരാള്, ഒരു പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ നായിനെയും കൊണ്ട് ഒരു മോർണിംഗ് വാക്കിന് പോയേക്കുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത് ബോധ്യപ്പെടുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ധാരണ അല്ലെങ്കിൽ പെർസെപ്ഷൻ വീണ്ടും മാറുകയാണ്. അവിടെ നമുക്ക് പിന്നെ ഒട്ടും ഭയമില്ല. ആ ഭയം അവിടെ നിന്ന് കംപ്ലീറ്റ്ലി അങ്ങ് ഡിസപ്പിയർ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതാണ് ശരിക്കും പെർസെപ്ഷൻ. ഈ ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. സോ പെർസെപ്ഷൻ ഇസ് ജസ്റ്റ് അബൌട്ട് എന്താ പറയേണ്ടത്, വാട്ട് വി ഹിയർ, വാട്ട് വി സീ, അതോടൊപ്പം തന്നെ എങ്ങനെ നമ്മുടെ മൈൻഡ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു അർത്ഥം കാണുന്നു, അതനുസരിച്ച് നമ്മളെ ഒരു പക്ഷേ തയ്യാറെടുക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു പെർസെപ്ഷൻ ഉണ്ടാകുന്നത്? പെർസെപ്ഷൻ ശരിക്കും വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഫോർ us ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇന്ററാക്ട് വിത്ത് ദ വേൾഡ് അറൗണ്ട് us. നേരത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഈ ആള് നമ്മളെ ആക്രമിക്കാൻ വരികയാണ്, അല്ലെങ്കിൽ ആ ഒരു രൂപം അങ്ങനെ നമ്മളെ ആക്രമിക്കാനായിട്ട് വരുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ശരിക്കും കുറച്ച് സെൽഫ് ഡിഫെൻസ് ടെക്നിക്സ് ഒക്കെ ഒരു പക്ഷെ അവിടെ ചിന്തിക്കും അല്ലെ. ഒന്നുകിൽ തിരിച്ച് നമുക്ക് എങ്ങനെ ആക്രമിക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ ഓടി രക്ഷപ്പെടാം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ അതാണ് ശരിക്കും പെർസെപ്ഷൻ, അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ബ്രെയിൻ ശരിക്കും ആ ഒരു സെൻസറി ഇൻഫർമേഷൻ നമ്മുടെ ചുറ്റുപാട് നിന്നുള്ള, അത് ലൈറ്റിന്റെ ആകാം, സൗണ്ടിന്റെ ആകാം, സ്മെല്ലിന്റെ ആകാം,
ടേസ്റ്റിന്റെ ആകാം, ടച്ചിന്റെ ആകാം. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഓരോ അർത്ഥങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ഇതിലൂടെയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ, ഓരോ ഓബ്ജക്റ്റിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്, ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കുന്നത്, സിറ്റുവേഷൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കുക ആ ഒരു സിറ്റുവേഷൻ. അപ്പം മനുഷ്യന്റെ നിലനിൽപ്പിന്, അതായത് സർവൈവലിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു 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 അത്യാവശ്യ ഘടകം തന്നെയാണ് ഈ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. കാരണം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഡേഞ്ചേഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭക്ഷണം എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ചുറ്റുപാടും നമുക്ക് നീങ്ങാനും നമുക്ക് സഞ്ചരിക്കാനും ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സ്ഥലത്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു, അല്ലേ? അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങളെ ഇവിടെ പാകപ്പെടുത്തി രൂപപ്പെടുത്തി എടുക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെ ഓരോന്നിനെ നമ്മൾ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ മനസ്സിലാകുന്നു, അതിനെ സ്വാധീനിക്കുകയും നമ്മൾ ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഈ ഒരു ധാരണ അല്ലെങ്കിൽ ഈ ഒരു പെർസെപ്ഷൻ ഇല്ലാതെ ഒരു പക്ഷേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അത് ആണ് എന്താ പറയേണ്ടത്, തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫിലെ ഒരു ഡേ ടു ഡേ ഫങ്ഷൻ തന്നെയല്ലേ. ആ ഒരു ഫങ്ഷൻ ചിലപ്പോൾ നടക്കാതെ പോകും, നമുക്ക് ഈ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ധാരണ ഇല്ല എങ്കിൽ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ലെസൺ. സിലബസ് പ്രകാരം ഈ ഒരു മോഡ്യൂൾ, ഇത് രണ്ടാമത്തെ മോഡ്യൂളാണ്. ഇതിൽ നിന്ന് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പൊ 2 മാർക്കിന്റെ എന്ന് പറയുമ്പോൾ 2 ചോദ്യങ്ങളായിരിക്കും ഇതിൽ നിന്ന് വരിക. അപ്പൊ പെർസെപ്ഷൻ, അതിന്റെ സ്വഭാവം, നേച്ചർ ഓഫ് ദ പെർസെപ്ഷൻ, പിന്നെ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആൻഡ് കോൺസ്റ്റൻസീസ്, എന്തൊക്കെയാണ് ആ ഒരു കോൺസ്റ്റൻസീസ്, പെർസെപ്ഷൻ എങ്ങനെയാണ് ഓർഗനൈസ്ഡ് ആകുന്നത്, ഡെപ്ത് പെർസെപ്ഷൻ, അത് നമുക്ക് നോക്കേണ്ടതാണ്. ഇനി ബോട്ടം അപ്പ് ആൻഡ് ടോപ്പ് ഡൗൺ അപ്രോച്ചസ് ആൻഡ് ഡയറക്റ്റ് പെർസെപ്ഷൻ. ഇത്രയാണ് നമുക്ക് ഇതിനകത്തുള്ള ആ സബ് ടോപ്പിക്സ് എന്ന് നമുക്ക് പറയാം. സോ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ ടു ദ ഡീറ്റെയിൽസ്. സോ പെർസെപ്ഷൻ എന്താണ് എന്നുള്ളത് ക്വിക്കായിട്ട് ഞാനൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ പെർസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. വീണ്ടും നമ്മൾ ഈ കോഗ്നിറ്റീവ് പ്രോസസ്സ്, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഈ കോഗ്നിറ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ കോഗ്നിഷൻ എന്ന് നമ്മൾ പറയും, അല്ലെ? അപ്പൊ എന്താണ് ഈ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ മെന്റൽ ആക്ടിവിറ്റീസ് ആണ് ഈ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ നടക്കുന്ന, നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ബ്രെയിനിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ ബ്രെയിനിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്? തിങ്കിങ്, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. റീസണിങ്, അല്ലെ, ഒരു കാരണം കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയുന്നത്. മെമ്മറി, അതേപോലെ പെർസെപ്ഷനും ആ ബ്രെയിനിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നത്. ഡിസിഷൻ മേക്കിംഗ്, ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന, പ്രശ്ന പരിഹാരം അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് എന്നുള്ളത്, ആൻഡ് ലാംഗ്വേജിന്റെ യൂസ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സിൽ വരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എസെൻഷ്യലി കൊഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, ആൻഡ് ഹൗ ദ ബ്രെയിൻ അലൗസ് us to learn, allows us to understand, allows us to remember and also respond to different situations. അപ്പൊ അങ്ങനെയുള്ള ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ് ഈ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് പ്രത്യേകിച്ച് പെർസെപ്ഷൻ നമ്മളെ സഹായിക്കുന്നത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനും ടു മേക്ക് സെൻസ് ഓഫ് സെൻസറി ഇൻഫർമേഷൻ. സെൻസറി ഇൻഫർമേഷൻ നമ്മുടെ സെൻസസിലൂടെയാണല്ലേ നമുക്ക് എല്ലാ ഇൻഫർമേഷനും ലഭിക്കുന്നത്. ആ സെൻസസിലൂടെ ലഭിക്കുന്ന ആ ഒരു ഇൻഫർമേഷനെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് നമ്മളെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും എന്താ പറയേണ്ടത്, ആ ലഭിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ സെൻസറി ഡേറ്റ എന്ന് പറയുന്നതിനെ, അതിനെ ഓർഗനൈസ് ചെയ്ത്, നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണല്ലേ, റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് ഒരേ തരത്തിലുള്ള ഇൻഫർമേഷൻ അത് ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിട്ട് ഈ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനെ ആവശ്യമുള്ളപ്പോഴത്തേക്ക് അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴാണ് അർത്ഥവത്തായ എക്സ്പീരിയൻസസ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ദിസ് വിൽ ഹെൽപ്പ് us to നാവിഗേറ്റ് ദ വേൾഡ് അറൗണ്ട് us. എഫക്റ്റീവായിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്.
ഇനി ഈ ഒരു പെർസെപ്ഷൻ അതിന്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പാസീവ് ആയിട്ടുള്ള റിസപ്ഷൻ ഓഫ് സ്റ്റിമുലായി അല്ല. സ്റ്റിമുലായി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൻസസിലൂടെ നമുക്ക് ലഭിക്കുന്ന ഓരോ ഇൻപുട്ടാണ് സ്റ്റിമുലായി എന്ന് പറയുന്നത്. ഇപ്പൊ ടച്ച് അല്ലെങ്കിൽ ഫീൽ ഒരു സെൻസ് ആണല്ലോ. ഇപ്പൊ നമ്മളെ തൊടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു പിന്നെടുത്തോ ഒരു കമ്പെടുത്തോ കുത്തുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇൻപുട്ട് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്, അതാണ് ഈ സ്റ്റിമുലായി എന്നുള്ളത്. അപ്പൊ ഇതൊരു പാസീവ് ആയിട്ടുള്ള ജസ്റ്റ് ഒരു റിസപ്റ്റർ റിസീവ് ചെയ്യുക മാത്രമല്ല, പക്ഷേ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണിത്. അപ്പൊ ഇവിടെ ഇൻഫർമേഷന്റെ സെലക്ഷൻ വരുന്നു, ഇൻഫർമേഷന്റെ ഓർഗനൈസിങ് വരുന്നു, ആൻഡ് ഈ ഒരു സെൻസറി ഇൻഫർമേഷനെ ശരിക്കും ഇന്റർപ്രറ്റ് ചെയ്ത് അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടി എപ്പോഴും നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിൽ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ എക്സ്പെക്ടേഷൻസ്, നമ്മുടെ പ്രതീക്ഷകൾ എന്താണ്, ആ പ്രതീക്ഷകൾ അനുസരിച്ചായിരിക്കും നമ്മൾ പെർസീവ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് സാഹചര്യത്തിൽ, അപ്പോൾ പല സാഹചര്യത്തിൽ അല്ലെങ്കിൽ സിറ്റുവേഷൻ പലതാകുമ്പോഴത്തേക്ക് ഒരേ തരത്തിൽ നമ്മൾ നടക്കും എന്ന് വിചാരിക്കുന്ന ആ ഒരു പ്രക്രിയ പലതായിട്ട് വരും എന്നുള്ളത്. സിറ്റുവേഷൻ, ആ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമുക്കറിയാം വാഹനത്തിന്റെ ബ്രേക്ക് എന്ന് പറയുന്നത് വാഹനം നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. എന്നാൽ ഇതേ ബ്രേക്ക് തന്നെ ഒരു നല്ല മഴ പെയ്ത് സ്ലിപ്പറി ആയിട്ട് കിടക്കുന്ന ഒരു റോഡിൽ ഉപയോഗിച്ചാൽ വാഹനം നിൽക്കുന്നതിന് പകരം ഒരു പക്ഷേ വാഹനം റോഡിൽ നിന്ന് തെന്നി മാറും. അതാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് മഴയില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു ദിവസം, ആൻഡ് മറ്റൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന നല്ല മഴയുള്ള വെറ്റ് ആയിട്ടുള്ള റോഡ് നനഞ്ഞ് ചെളിയുമായിട്ട് കിടക്കുന്ന ഒരു ദിവസം. ഈ രണ്ട് കോണ്ടെക്സ്റ്റിലും ബ്രേക്ക് രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതാ പറഞ്ഞ ഈ കോണ്ടെക്സ്റ്റും കൂടെ അനുസരിച്ചാണ് സംഗതികൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പെർസെപ്ഷൻ നടക്കുന്നത്. പെർസെപ്ഷന്റെ ഒരു സ്വഭാവം അതാണ്. അപ്പൊ നമുക്ക് പറയാം പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ആക്റ്റീവ് ആയിട്ടുള്ള സെലക്ഷൻ, നമുക്ക് എന്ത് ഇൻഫർമേഷൻ വേണം എന്നനുസരിച്ച് അതിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ഇൻഫർമേഷനെ നമ്മുടെ ബ്രെയിനിൽ ഓർഗനൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് അതിൽ നിന്ന് അർത്ഥം നമ്മൾ മനസ്സിലാക്കും. മറ്റൊന്ന്, ഈ പെർസെപ്ഷന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ കൺസ്ട്രക്റ്റീവ് നേച്ചർ എന്നുള്ളതാണ്. ഇപ്പൊ കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സെൻസറി ഡേറ്റയും നമുക്ക് മുൻകൂട്ടിയുള്ള നമ്മുടെ നോളജ് അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ, ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് പുതിയ പ്രതീക്ഷകൾ അല്ലെങ്കിൽ പുതിയ എക്സ്പെക്ടേഷൻസ് നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നു. അതാണ് കൺസ്ട്രക്റ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇതിന് ഒരു സബ്ജക്റ്റിവിറ്റിയും ഉണ്ട്. ഇപ്പൊ പെർസെപ്ഷൻസ് വേരി ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് എന്നുള്ളത് അല്ലേ. ഇപ്പം എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല നിങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറയും. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷനോട് അല്ലെങ്കിൽ ഓരോ കാര്യത്തോട് പലതായിരിക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയും. അപ്പൊ ഇതിന് ഒരുപാടധികം ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാടധികം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ കൾച്ചർ, നമ്മൾ ജീവിക്കുന്ന ആ ഒരു ഏരിയ, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ വാല്യൂസ് എന്താണ്, അതൊക്കെ അനുസരിച്ച് നമ്മുടെ പെർസെപ്ഷൻസും മാറി മാറി വരാം എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് ഈ പെർസെപ്ഷന്റെ കമ്പോണൻസ് എന്നുള്ളത്? നമുക്ക് ഈ പെർസെപ്ഷന്റെ നേച്ചറിനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇതിന്റെ കമ്പോണൻസ് ആണ് അടുത്തത്. അപ്പോൾ കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഒന്ന് സെൻസറി ഇൻപുട്ട്. ഈ പെർസെപ്ഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, അതാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ സെൻസറി ഇൻപുട്ട് എന്ന് പറയുന്നത് ഈസ് റോ ഡേറ്റ ഫ്രോം ദ സെൻസസ്. ഇപ്പൊ നമ്മുടെ സെൻസസ് എന്തൊക്കെയാണ്? സൈറ്റ്, സൗണ്ട്, ടച്ച്, ടേസ്റ്റ്, സ്മെൽ, ഇതൊക്കെയാണ് നമ്മുടെ സെൻസസ് അല്ല. അപ്പൊ ഈ സെൻസസിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ സെൻസറി ഇൻപുട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു റോ ഡേറ്റ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു മണം നമുക്ക് കിട്ടി. ആ മണം കിട്ടിയ ഉടനെ ചിലത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുമോ, ഇത് എവിടെയോ പ്ലാസ്റ്റിക് കത്തുന്നതിന്റെ മണമാണ് ഈ വരുന്നത്. എന്നാൽ ചിലപ്പോൾ എന്തോ ചത്ത് ചീഞ്ഞ ഒരു സ്മെല്ല് വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അറിയാം എന്തോ ഒന്ന് ചത്ത് ചീഞ്ഞതിൻ്റെ സ്മെല്ലാണ് വരുന്നത്. പക്ഷെ അത് എന്താണ് ആ ചത്ത് ചീഞ്ഞതെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് കുറച്ചും കൂടെ സമയം വേണ്ടി വരും, അല്ലെങ്കിൽ അഡീഷണൽ സെൻസറി ഇൻപുട്ട് നമുക്ക് അവിടെ വേണ്ടി വരും. ഈ മണം കിട്ടിയ ഭാഗത്തേക്ക് ഒരുപക്ഷെ നമ്മൾ പോകുന്നു, നമുക്കതിനെ കാണേണ്ടിയും കൂടെ വേണ്ടി വരും. അത് എലിയാണോ ചത്തത് അതോ മറ്റെന്തെങ്കിലും ആണോ ചത്തത് എന്ന് മനസ്സിലാക്കുന്നതിന്.
അപ്പോൾ ആ ആ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുന്നിടം വരെ ആ ഒരു സെൻസറി ഇൻപുട്ടിനെ റോ ഇൻപുട്ട് എന്ന് പറയാം. കാരണം അതിൽ നിന്ന് ഒരു അർത്ഥം അല്ലെങ്കിൽ ശരിയായ അർത്ഥം നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സ്റ്റേജ് വരെ അത് റോ ഇൻപുട്ടാണ്. ഓക്കെ, ഇനി മറ്റൊരു സംഗതി എന്ന് പറയുന്നത് അറ്റൻഷൻ ആണ്. അറ്റൻഷൻ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ എ സ്പെസിഫിക് സ്റ്റിമുലൈ. അതാണ് അറ്റൻഷൻ. അറ്റൻഷൻ എന്താണെന്നുള്ളത് കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതും ആണല്ലേ. അപ്പൊ ഇവിടെ ഞാൻ ഈ സ്മെല്ലിന്റെ കാര്യം പറഞ്ഞതുപോലെ എടുക്കുക. നമുക്ക് പല തരത്തിലുള്ള മണങ്ങൾ അല്ലെങ്കിൽ സ്മെൽസ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വരും. പാചകം ചെയ്യുന്നതിന്റെ മണം ഉണ്ടാകും, നമ്മൾ ഉപയോഗിക്കുന്ന പൗഡറിന്റെ, പെർഫ്യൂമിന്റെ, ടൂത്ത് പേസ്റ്റിന്റെ ഒക്കെ മണം അവിടെ ഉണ്ടാകും. നമ്മുടെ വീട്ടില് നമ്മുടെ ഗാർഡനിലുള്ള ചെടികളുടെ പൂക്കളിൽ നിന്നുള്ള മണം വരും. അതേസമയം ഈ ചത്ത് ചീഞ്ഞ മണവും അവിടെ വരും. അപ്പൊ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. കാരണം ഈ ചത്ത് ചീഞ്ഞത് ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അതിനെ നമ്മൾ പെട്ടെന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബാക്കിയുള്ള സ്മെല്ലിനെയൊക്കെ ഇഗ്നോർ ചെയ്ത് ആ സ്മെൽ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് ആ ചത്ത് ചീഞ്ഞത്, അതിനെ ഒരുപക്ഷെ എടുത്ത് കുഴിച്ചിടണം അല്ലെ അടക്കം ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ അറ്റൻഷൻ എന്ന് പറയും. ആൻഡ് അതിന്റെ മറ്റൊരു കമ്പോണന്റ് ആണ് ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് അസൈനിങ് മീനിങ് ടു സെൻസറി ഇൻഫർമേഷൻ. അപ്പൊ എന്താണ്, നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ് ഇവിടെ ഉണരുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു സെൻസ് ഇൻപുട്ടായിട്ട് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ആ ഒരു സെൻസറി ഇൻഫർമേഷൻ, ഇനി അതിനെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് അത് ചത്തത് എലിയാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് ഇന്റർപ്രിട്ടേഷൻ. അതിനൊരു അർത്ഥം കൊണ്ടെത്തിക്കുന്നതാണ് അല്ലെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഇസ് ഇറ്റ്. അപ്പൊ 3 കമ്പോണൻസ് ആണ് ഇതിനുള്ളത്: സെൻസറി ഇൻപുട്ട്, അറ്റൻഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ആൻഡ് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് അത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഈ റോ ഡേറ്റ അല്ലെങ്കിൽ സെൻസസിലൂടെ വരുന്ന ഇൻഫർമേഷൻ അത് ഫ്രീ ആയിട്ടിങ്ങ് വരും. നമുക്ക് അതിനെ തടയാൻ കഴിയുന്നില്ല. ആ സ്മെല്ല് വരുന്നതിനെ നമുക്ക് തടയാൻ കഴിയുമോ? അല്ലെങ്കിൽ നമ്മൾ മൂക്ക് ഇങ്ങനെ പൊത്തിപ്പിടിക്കണം അല്ലെ, അതിനെ നമുക്ക് തടയാൻ കഴിയില്ല. ഇത് കിട്ടിയ ഉടനെ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി അടുത്ത സ്റ്റേജിലേക്ക് അങ്ങ് പോകും, ആ ഒരു കൺസ്ട്രക്റ്റീവ് സ്റ്റേജിലേക്ക് അങ്ങ് പോകും, അല്ലെങ്കിൽ അതിൽ നിന്ന് അർത്ഥം കാണുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അങ്ങ് പോകും. അതുകൊണ്ടാണ് ഇത് ആക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം അതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം ഈ ഒരു പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആൻഡ് കോൺസ്റ്റൻസീസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിനിന്റെ ഒരു എബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഈ പറയുന്നത്. അപ്പൊ ഈ ലഭിക്കുന്ന സെൻസറി ഇൻഫർമേഷനെ ഉണ്ടല്ലോ, അതിനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു തരത്തിൽ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ അതിനെ മാറ്റിവെക്കും. ഇപ്പൊ നമ്മുടെ ബ്രെയിനിൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് ഓരോ ഫ്രൂട്ട്സിന്റെ ഇൻഫർമേഷൻ അവിടെ സ്റ്റോർ ചെയ്തുകൊണ്ടേ വരും. അല്ലെങ്കിൽ നമ്മൾ തീരെ ചെറുതായിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്കറിയാം ആപ്പിൾ എന്താണ്, ആപ്പിളിന്റെ കളർ അറിയാം, ആപ്പിളിന്റെ രൂപം അറിയാം, ആൻഡ് ആപ്പിളിന്റെ ടേസ്റ്റും ഒരു പക്ഷെ ആ ഒരു സമയത്ത് അറിയാം. കുറച്ചും കൂടെ വലുതായ ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്നത് ഈ ആപ്പിള് കഴിക്കാൻ മാത്രമല്ല അതിനെ ജ്യൂസാക്കുകയും ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൂടുതൽ നമുക്ക് ലഭിക്കുന്ന അനുസരിച്ച് നമ്മുടെ ബ്രെയിൻ അതിനെ ഒരു സ്ട്രക്ചറിൽ അത് വെക്കുകയാണ്. അപ്പൊ ഇതാണ് ശരിക്കും പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനിന്റെ ഒരു എബിലിറ്റിയാണ് ഈ സെൻസസിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനെ അതിനെ ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറ്റി ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ബ്രെയിൻ രൂപീകരിച്ചിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിൽ അതിനെ രേഖപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷൻ, അതായത് ബ്രെയിനിന്റെ ഈ ഒരു പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു എബിലിറ്റി, ഇതിനെ ഗൈഡ് ചെയ്യുന്നത് അതോടനുബന്ധിച്ചുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് അവിടെയുണ്ട്. ഈ പ്രിൻസിപ്പിൾസിനെ നമുക്ക് ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. അപ്പൊ ഈ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചാണ് ബ്രെയിൻ ശരിക്കും ഈ ഒരു പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടുവരുന്നത്. സോ എന്താണ് ഈ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിലൊന്ന് പ്രോക്സിമിറ്റിയാണ്. പ്രോക്സിമിറ്റി അല്ലെങ്കിൽ ഈ ഒരു പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ, പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഓബ്ജക്ട്സ്, ഗ്രൂപ്പിംഗ് ഓഫ് ക്ലോസ് ഓബ്ജക്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ ഓബ്ജക്ട്സ് ദാറ്റ് ആർ ക്ലോസ് ടു ഈച്ച് അതർ ആർ പെർസീവ്ഡ് ആസ് എ ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഫ്രൂട്ട്സിന്റെ ഒരു ഗ്രൂപ്പ്,
ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഏതൊരു ഫ്രൂട്ട് വന്നിരുന്നാലും ശരി, ആ ഫ്രൂട്ടിന്റെ ഗ്രൂപ്പിലേക്ക് പോകുന്നു ആ ഒരു ഇൻഫർമേഷൻ. അതാണ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫ്രൂട്ട്സ് ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമതൊന്ന് സിമിലാരിറ്റി, ഗ്രൂപ്പിംഗ് ഓഫ് സിമിലർ ഐറ്റംസ്. ഈ പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ക്ലോസ്നെസ് ആണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത്. അതേപോലെ സിമിലാരിറ്റി. ഇപ്പൊ സിമിലർ, ഒരു പക്ഷേ സിമിലർ ഇൻ അപ്പിയറൻസ് ആകാം. ഒരേ കണക്കിരിക്കുന്ന സാധനങ്ങളെ ഒരു ഗ്രൂപ്പിലേക്ക് തിരിക്കുന്നു, അതും ബ്രെയിനിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ ഈ ജെസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ അതാണ് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ നടക്കുന്നതെന്നുള്ളത്. ആൻഡ് അടുത്ത ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇസ് ദ ക്ലോഷർ. ഇപ്പൊ ക്ലോഷർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫില്ലിംഗ് ഇൻ ഗ്യാപ്സ് ടു പെർസീവ് കംപ്ലീറ്റ് ഫിഗേഴ്സ്. അപ്പൊ എന്താ, നമുക്കിപ്പം നേരത്തെ ഇല്ല ആ ഒരു ഫൗൾ സ്മെൽ, ഒരു സ്റ്റിങ്ക് വന്നല്ലേ, എന്തോ മരിച്ചു കിടക്കുന്നു, എന്തോ ചത്ത് കിടക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇത് എന്താണ് എന്ന് നമുക്കറിയില്ല, അവിടെ ഒരു ബ്ലാങ്ക് ആണ്. പക്ഷെ സ്മെല്ലുണ്ട്, ചത്തതാണെന്ന് തോന്നുന്നു, നമുക്കത് ഉറപ്പാണ്. പക്ഷെ എന്താണ് ഈ ചത്തത് എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് കഴിയുന്നില്ല. അതാണ് ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലോഷർ എന്ന് പറയുന്ന പ്രക്രിയക്ക് ഒരുപക്ഷെ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ വേണം. ആ ഇൻഫർമേഷൻ ലഭിക്കുന്നതോടുകൂടി ആ ഒരു ബ്ലാങ്കും കൂടെ ഫില്ലായി ആ കംപ്ലീറ്റ് അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ആൻഡ് അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇസ് കണ്ടിന്യൂറ്റി, മറ്റൊരു പ്രിൻസിപ്പിൾ. അപ്പൊ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ പെർസീവിങ് എലിമെന്റ്സ് ഇൻ എ ലൈൻ ഓർ കർവ് ആസ് റിലേറ്റഡ് എന്നുള്ളത്. അപ്പോ ഇവിടെ എന്താ, എലിമെന്റ്സ് അറേഞ്ച്ഡ് ഇൻ എ ലൈൻ ഓർ കർവ് ആർ പെർസീവ്ഡ് ആസ് റിലേറ്റഡ്. അപ്പോൾ ഈ ഓരോ എലിമെന്റ്സിനെയും നമ്മുടെ മൈൻഡിൽ എടുത്ത് വെക്കുന്ന ഓരോ എലിമെന്റ്സിനെയും അതിനെ ഒന്നുകിൽ ഒരു ലൈൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു കർവ് ആയിട്ട് പെർസീവ് ചെയ്യുന്നതിനെ ഒക്കെ റിലേറ്റഡ് എന്ന് കണക്കാക്കും. ആൻഡ് ദെൻ വി ഹാവ് ദ ഗ്രൗണ്ട് ഫിഗർ സെഗ്രിഗേഷൻ, ഫിഗർ ഗ്രൗണ്ട് സെഗ്രിഗേഷൻ. അപ്പൊ ഇതെന്താണ്, ഡിഫറൻഷിയേറ്റിംഗ് ഓബ്ജെക്ട്സ് ഫ്രം ദിയർ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അതാണ്, അപ്പോ ഒരു ഓബ്ജക്റ്റിനെ അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ആ ഒരു ഫിഗർ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ആ ബാക്ക്ഗ്രൗണ്ട് ആണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫിഗർ ഗ്രൗണ്ട് സെഗ്രിഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഓബ്ജക്റ്റിനെ അതിന്റെ ഫിഗറിൽ നിന്നും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തി സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. ഒന്നും കൂടെ ചുരുക്കത്തിൽ ഞാനൊന്ന് പറയാം, ഈ ജെസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത്. അപ്പൊ ഈ ജെസ്റ്റാൾട്ട് സൈക്കോളജി, ശരിക്കും ജെസ്റ്റാൾട്ട് സൈക്കോളജിയിൽ നിന്നാണ് ഈ പ്രിൻസിപ്പിൾസ് വരുന്നത്. ഇത് പറയുന്നത് മനുഷ്യന്റെ ഈ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇസ് നോട്ട് മിയർലി എ സം ഓഫ് ദ സെൻസറി ഇൻപുട്സ്. അതായത് നമുക്ക് ലഭിക്കുന്ന എല്ലാ സെൻസറി ഇൻപുട്സും കൂടെ കൂട്ടാക്കി വെക്കുന്നതാണ്, മാത്രമല്ല സെൻസറി ഈ ജെസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഈ ഓരോ ഇൻപുട്ടിനെയും അത് ഓർഗനൈസ് ചെയ്യും, അത് തിട്ടപ്പെടുത്തി മാറ്റി അടുക്കി പറക്കി വെക്കും ഈ ഓരോ സ്പെസിഫിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ച്. ഓക്കെ, അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി, അത് നമ്മൾ ആദ്യമേ പറഞ്ഞു പ്രിൻസിപ്പിൾ. അപ്പൊ ഈ പ്രോക്സിമിറ്റി ശരിക്കും പറയുന്നത് എന്താണ്, ഓബ്ജക്ട്സ് അല്ലെങ്കിൽ എലിമെന്റ്സ് ദാറ്റ് ആർ ക്ലോസ് ടു ഈച്ച് അതർ ആർ പെർസീവ്ഡ് ആസ് എ ഗ്രൂപ്പ്. അപ്പോ ഡിസ്റ്റൻസ്, അടുത്തിരിക്കുന്ന സംഗതികളെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് കണക്കാക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷൻ ശരിക്കും നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുകയാണ്. ആൻഡ് നമ്മൾ എങ്ങനെയാണ് ഈ വിഷ്വൽ ആയിട്ടുള്ള സീൻസിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്താ പറയേണ്ടത്, ഒരു എക്സാമ്പിൾ ഇവിടെ പറയാനാണെന്നുണ്ടെങ്കിൽ, ഇമാജിൻ ഒരു വെള്ള പേപ്പറിനകത്ത് നമ്മൾ പല ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്, കുത്തുകൾ പല രീതിയിലുള്ളത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഡോട്ട്സിനെ 2 ക്ലസ്റ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ 2 സെറ്റായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു എന്ന് നമ്മൾ കണക്കാക്കുക. അപ്പോ ഓരോ ക്ലസ്റ്ററിലെയും എന്താ പറയണ്ട, ഈ ഡോട്ട്സ് എന്ന് പറയുന്നത് ഒന്നൊന്നിന് അടുത്തടുത്ത് അപ്പുറം ഇപ്പുറം ആയിട്ട് വരുന്നു എന്നുള്ളത്. അപ്പോ എന്താ പറയേണ്ടത്, 2 ക്ലസ്റ്റർ ആയിട്ട് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് 2 സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഡോട്ട്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇപ്പൊ 2 ക്ലസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നണം ഇവിടെ കുറച്ച് ഡോട്ട്സ്, പിന്നെ കുറച്ച് സ്ഥലം വിട്ടിട്ട് അടുത്ത ഒരു സ്ഥലത്ത് കുറച്ച് ഡോട്ട്സ് അവിടെ വരുന്നു എന്നുള്ളത്. ഇമാജിൻ ചെയ്യാൻ നമ്മൾ ഒരു സെറ്റ് ഓഫ് 6 ഡോട്ട്സിനെയാണ് നമ്മൾ നോക്കുന്നത്. ഈ 6 എണ്ണത്തില് 3 എണ്ണം വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത്, ഒന്നൊന്നിന് പുറമെ വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത്. ആൻഡ് മറ്റേ 3 എന്ന് പറയുന്നത് കുറച്ച് അകൽച്ചയിൽ, ഒന്നൊന്നിന്റെ ഇതായിട്ട് കുറച്ച് അകൽച്ചയിൽ അവിടെ വെച്ചേക്കുന്നത്. അപ്പൊ എങ്ങനെയാ നമ്മൾ ഈ നോക്കുന്നത് ഇതിനെ,
നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഇവിടെ ഉണ്ടെന്നുള്ളത് അങ്ങ് തീരുമാനിക്കും എന്നുള്ളതാണ്. അതാണ് ആ ഒരു ഗ്രൂപ്പിംഗ് ഓഫ് ക്ലോസ് ഓബ്ജക്ട്സ്, അതായത് അടുത്തിരിക്കുന്നതിനെ ഒരു ഗ്രൂപ്പായി നമ്മൾ കണക്കാക്കാനുള്ള ആ ഒരു പ്രവണതയാണ് ശരിക്കും ആ ഒരു ഇതുകൊണ്ട് പറയുന്നത്. ഇനി സിമിലാരിറ്റി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കോ, അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് സിമിലാരിറ്റി അല്ലെ, പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി ശരിക്കും പറയുന്നത് എലിമെന്റ്സ് ദാറ്റ് ആർ സിമിലർ ഇൻ അപ്പിയറൻസ്. അപ്പിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ അപ്പിയറൻസിൽ വരുന്നത്? അതിന്റെ ഷേപ്പ് വരുന്നത്, അതിന്റെ കളർ വരുന്നത്, അതിന്റെ സൈസ് വരുന്നത് അല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ എന്താ പറയേണ്ടത്? ആ ഒരു സെയിം ഗ്രൂപ്പ് അല്ലെങ്കിൽ പാറ്റേൺ, അതിന്റെ ഭാഗം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കണക്കാക്കും എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ചെസ് ബോർഡാണ് അല്ലേ. അപ്പോൾ ഈ ചെസ് ബോർഡിൽ ആ ഓരോ സ്ക്വയറും അല്ലെങ്കിൽ ഓരോ ബോക്സും നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് എന്താ ഓൾട്ടർനേറ്റീവ് കളേഴ്സ് ആണ്. ഒന്നിൽ ബ്ലാക്ക് വരുന്നു, അടുത്തതിൽ വൈറ്റ് വരുന്നു, ബ്ലാക്ക് വരുന്നു, വൈറ്റ് വരുന്നു. അങ്ങനെ ഒരു കളറാണ് ആ ഒരു ബോർഡിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ സ്ക്വയറും ഈക്വൽ ആണ്. ബ്ലാക്ക് ആയിരുന്നാലും വൈറ്റ് ആയിരുന്നാലും അതിന്റെ സൈസിലും ഷേപ്പിലും അത് തുല്യം തന്നെയാണ്. പക്ഷെ എന്താ, നമ്മൾ ഈ ഒരു ചെസ് ബോർഡിനെ പെർസീവ് ചെയ്യുന്ന എന്താണ്? ഒരു പാറ്റേൺ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്വയർസ് എന്നാണ് നമ്മൾ ഇതിനെ പെർസീവ് ചെയ്യുന്നത് അല്ലേ. കാരണം എന്താണ്? ആ സിമിലർ കളർ ഗ്രൂപ്പ് അവിടെ വരികയാണ്, സ്ക്വയർസിനെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് സെറ്റ് ആയിട്ട്. അപ്പൊ സിമിലർ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് അത് അടുത്തടുത്തിരിക്കുക അല്ലെങ്കിൽ പോലും ആ ഒരു കളറിന്റെ ഇത് വെച്ചിട്ട് നമ്മൾ അതിനെ അങ്ങ് പെർസീവ് ചെയ്യണം. അതാണ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. എല്ലാ വൈറ്റും ഒരേപോലെ നമുക്കിരിക്കും, എല്ലാ ബ്ലാക്കും ഒരേപോലെ നമുക്ക് തോന്നുന്നു എന്നുള്ളത്. അതേപോലെ ക്ലോഷറിന്റെ കാര്യം, ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ശരിക്കും നമ്മുടെ മനസ്സിന്റെ ആ ഒരു ടെൻഡൻസിയാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള ആ എലിമെന്റ്സ്, മിസ്സിംഗ് ആയിട്ടുള്ള ആ ഒരു സ്റ്റിമുലസിനെ നമ്മൾ കണ്ടെത്തുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഐഡിയ അതിനെക്കുറിച്ച് ശരിക്കും നമുക്ക് മനസ്സിലാക്കുക എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കോമൺ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ? നമ്മൾ ചിലപ്പം എന്താ പറയണ്ടേ, നമ്മൾ ഈ ഗെയിംസ് ഒക്കെ നമ്മൾ കളിക്കുമല്ലോ, അതിന്റെ മിസ്സിംഗ് പാർട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ മിസ്സിംഗ് പാർട്ട് കണ്ടെത്താനായിട്ട് ഒരു പക്ഷെ ഒരു ഷേപ്പിനെ തന്നിട്ട് അതിന്റെ മിസ്സിംഗ് പാർട്ട് കണ്ടെത്താനായിട്ടുള്ള ഒരു സർക്കിൾ തന്നിട്ട് ആ സർക്കിളിന്റെ മിസ്സിംഗ് പാർട്ട് കണ്ടെത്താനായിട്ട് നമ്മളെടുത്ത് പറയും അല്ലെ. അപ്പോൾ നമുക്ക് ആ ഒരു പാർട്ട് ഇല്ലെങ്കിലും തന്നെ നമുക്ക് അതിനെ പെർസീവ് ചെയ്യാനായിട്ട് കഴിയും, അതൊരു സർക്കിൾ ആണ് എന്നുള്ളത്. ആൻഡ് അതിന്റെ ആ ഒരു മിസ്സിംഗ് പാർട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്തി കൊണ്ടുവരാനായിട്ട് കഴിയും. ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ ഒരു പ്രിൻസിപ്പിൾ ശരിക്കും പറയുന്നത്? എലിമെന്റ്സ് അറേഞ്ച്ഡ് ഇൻ എ കണ്ടിന്യൂസ് ലൈൻ. ഒരു കണ്ടിന്യൂസ് ലൈൻ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് കർവിൽ അറേഞ്ച് ചെയ്തേക്കുന്നതിനെയൊക്കെ നമ്മൾ റിലേറ്റഡ് ആയിട്ട് കണക്കാക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയണ്ടേ, ഒരു സിമ്പിൾ ഗ്രാഫിനെ കുറിച്ചൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഒരു സിമ്പിൾ ഗ്രാഫിൽ നമുക്കറിയാം രണ്ട് ലൈൻസ് ശരിക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഗ്രാഫിൽ വരും അല്ലെ. അപ്പോൾ ഈ ലൈൻസ് അതിനെ ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങനെ ക്രോസ് ചെയ്തല്ല ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ പോകുന്നു എന്നുണ്ടെങ്കിൽ പോലും ഒരു ലൈൻ ഇങ്ങനെ വരുന്നു, ഒരു ലൈൻ ഇങ്ങനെ വരുന്നു. അപ്പൊ ഈ ലൈൻ അതിനെ ക്രോസ് ചെയ്ത് പോകുന്നു എങ്കിൽ പോലും നമ്മൾ അതിനെ ഒരു കണ്ടിന്യൂസ് ലൈനായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു വര, ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ആ ഗ്രാഫിൽ ഇത് ഇങ്ങനെ ഒരു വര ഇവിടെ വരുന്നു ആൻഡ് ഇങ്ങനെ ഒരു വര ക്രോസ് ആയിട്ട് പോകും. അപ്പോൾ ഒരു ഗ്രാഫിൽ ഇൻഫർമേഷൻ ഏകദേശം ഇതേപോലെ വരുന്നു എന്ന് കണക്കാക്കുക അല്ലെ, ഇതേപോലെ. അപ്പൊ ഇതിനെ നമ്മളൊരു കണ്ടിന്യൂസ് ലൈൻ ആയിട്ടാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്. അതുപോലെ ഇതിനെയും നമ്മളൊരു കണ്ടിന്യൂസ് ലൈൻ ആയിട്ടാണ് പെർസീവ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ വന്ന് അവസാനിച്ചിട്ട് അടുത്തതൊരു പുതിയ ലൈൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല. അതേസമയം ഈ ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ വരെയും അടുത്ത ആ ബാക്കി താഴോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു കണ്ടിന്യൂസ് ലൈനായിട്ട് നമ്മൾ പെർസീവ് ചെയ്യില്ല. ആ സെയിം തിങ് ഹാപ്പൻസ് ഇതൊരു കേർവ് ആണെങ്കിലും നമ്മൾ അത് തന്നെയാണ് കണക്കാക്കുന്നത്. ഈ കേർവ് പല ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അത് ഒരു കണ്ടിന്യൂസ് കേർവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അടുത്ത ഈ ഫിഗർ ഗ്രൗണ്ട് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയേണ്ടത്? ഇറ്റ് ഇൻവോൾവ്സ് ഡിസ്റ്റിംഗ്വിഷിംഗ് ആൻ ഓബ്ജെക്ട്. ഓബ്ജെക്ട് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ഫിഗർ ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ് ഏരിയ. അതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ ഒരു ഓബ്ജക്റ്റിനെ സെഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഓരോ ഓബ്ജക്റ്റ്, ഓരോ വസ്തുക്കളെയും നമുക്ക് വിഷ്വലി കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഫിഗർ ഗ്രൗണ്ട് സെൻസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്
ഇമാജിൻ എന്താ പറയേണ്ടത്, നമ്മൾ എന്താ പറയണ്ട, ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് നമ്മൾ ഒരു വ്യക്തിയെ കണ്ട് തിരിച്ചറിയുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒരാളെ കണ്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണ്? ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ മാത്രം, അതായത് ആ ഒരാളിനെ മാത്രം വ്യത്യസ്തപ്പെടുത്തി നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു അല്ലെ? ഇത് ഈ സെയിം പ്രിൻസിപ്പിൾ തന്നെ ഉണ്ടെങ്കിലാണ് നമുക്ക് ശരിക്കും റീഡിങ് നടത്തിയെടുക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇവിടുത്തെ ഫിഗർ എന്ന് പറയുന്നത് എന്താ? അതിനകത്ത് വരുന്ന ആ ടെക്സ്റ്റ് അക്ഷരങ്ങൾ അല്ലെ? അപ്പോ ഈ അക്ഷരങ്ങളെ നമുക്കതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇവിടെ റീഡിങ്ങിന് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അതിന്റെ ആ ഒരു പേപ്പറിലല്ലേ ഇത് പ്രിന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അക്ഷരങ്ങളെ വേർപ്പെടുത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമ്മൾ അക്ഷരങ്ങൾ മാത്രമാണ് കാണുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല കാണുന്നത്. എന്നാൽ വേണ്ടി വന്ന ആ അക്ഷരങ്ങളെ ഇഗ്നോർ ചെയ്തിട്ട് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യാം. നമ്മളൊരു ഫോട്ടോ കാണുമ്പം, നല്ല സീനറിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരാളിന്റെ ഒരു ഫോട്ടോ കാണുമ്പം നമുക്ക് ആ ആളിലും ഫോക്കസ് ചെയ്യാം, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലും നമുക്ക് ഫോക്കസ് ചെയ്യാം അല്ലെ? അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ഫോക്കസ് അവിടെ കൊണ്ടുവരാനും കഴിയും. അപ്പൊ ഈ ഫിഗർ ഗ്രൗണ്ട് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ ഒരു ഫിഗറിനെ വ്യത്യസ്തപ്പെടുത്തി നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ആ ഒരു കഴിവാണ് ഫിഗർ ഗ്രൗണ്ട് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. അടുത്തത് നമുക്ക് പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ് ആണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. അപ്പോൾ ഈ കോൺസ്റ്റൻസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? സംതിങ് ദാറ്റ് ഇസ് കോൺസ്റ്റന്റ്, അതങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ് ആണ് ശരിക്കും നമ്മളെ ഓരോ ഓബ്ജക്ട്സിനെയും അൺചേഞ്ചിങ് ഡിസ്പൈറ്റ് ചേഞ്ചസ് ഇൻ സെൻസറി ഇൻപുട്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. സോ പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ് allow us to recognize objects as unchanging despite changes in sensory input. നമ്മുടെ സെൻസറി ഇൻപുട്ടിൽ മാറ്റം വന്നിരുന്നാൽ പോലും ആ ഓബ്ജക്റ്റ് മാറിയിട്ടില്ല, ആ ഓബ്ജക്റ്റ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ തരത്തിലെ പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ് ഇവിടെയുണ്ട്? അപ്പം എന്താ പറയേണ്ടത്? ഒന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സൈസ് കോൺസ്റ്റൻസി എന്ന് പറയാം. അപ്പൊ സൈസ് കോൺസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പെർസീവിങ് ആൻ ഓബ്ജക്റ്റ് ആസ് ഹാവിങ് എ കോൺസ്റ്റന്റ് സൈസ് ഡിസ്പൈറ്റ് ചേഞ്ചസ് ഇൻ ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദി ഒബ്സർവർ. അപ്പോ ഒരു ഓബ്ജക്റ്റിനെ എന്താ പറയേണ്ടത്? അതിനൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള, അതായത് മാറാത്ത ഒരു സൈസ് അതിനുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സൈസിൽ മാറ്റം വന്നിട്ടില്ല എന്ന് നമുക്ക് പെർസീവ് ചെയ്യാൻ കഴിയുന്നതാണ് ഇർറിസ്പെക്റ്റീവ് ഓഫ് ദ ഡിസ്റ്റൻസ്. ആലോചിച്ച് നോക്കിയേ, എല്ലാവരും ബീച്ചിൽ പോയിട്ടുള്ളവരായിരിക്കും അല്ലേ? നമ്മൾ ബീച്ചിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ അങ്ങ് കടലിൽ നോക്കിയാണെന്നുണ്ടെങ്കിൽ അതുവഴി കപ്പലുകൾ കടന്നു പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും ദൂരത്ത് നമ്മൾ നിന്ന് അതിനെ നോക്കുമ്പം ഒരു കുഞ്ഞു രൂപം മാത്രമേ നമ്മൾ അതിന്റെ കാണുകയുള്ളൂ. അപ്പോൾ ആ കുഞ്ഞു രൂപം മാത്രമാണ് കാണുന്നതെങ്കിലും നമ്മുടെ മനസ്സിൽ ഓൾറെഡി നമുക്കറിയാം ആ കപ്പലിന്റെ സൈസ് അതല്ല, അതൊരു കൂറ്റൻ കപ്പലാണ് ആ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ? അപ്പൊ അതാണ് ഈ സൈസ് കോൺസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ഷേപ്പ് കോൺസ്റ്റൻസി ആണ്. സോ റെക്കഗ്നൈസിങ് ഷേപ്പ് ഫ്രം ഡിഫറെന്റ് ആംഗിൾസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓബ്ജക്റ്റിന്, അതായത് ഏതൊരു ഓബ്ജക്റ്റിനും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ഉള്ളത്. അതിനെ നമ്മൾ ഏത് ആംഗിളിൽ നിന്ന് അതിനെ വീക്ഷിച്ചാലും അതിന്റെ ഷേപ്പ് ഫിക്സ്ഡ് ആണ് എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കി തരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ നമ്മളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് കോൺസ്റ്റൻസി ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇപ്പം എന്താ പറയേണ്ടത്? നമ്മുടെ വീട്ടിലുള്ള ഒരു മരം അല്ലെങ്കിൽ ഒരു തെങ്ങ്, അതിന്റെ ഷേപ്പ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. നമ്മൾ അതിനെ ദൂരത്ത് നിന്ന് നോക്കിയാലും അടുത്ത് നിന്ന് നോക്കിയാലും ആകാശത്ത് നിന്ന് നോക്കിയിരുന്നാലും എങ്ങനെ നമ്മൾ അതിനെ നോക്കിയിരുന്നാലും അതിന്റെ ഷേപ്പ് കോൺസ്റ്റന്റ് ആണ്. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും അതിന്റെ ഷേപ്പിൽ മാറ്റം വരുന്നില്ല എന്നുള്ളത്, അതാണ് ഷേപ്പ് കോൺസ്റ്റൻസി എന്ന് പറയുന്നത്. അടുത്തത് കളർ കോൺസ്റ്റൻസിയാണ്. അപ്പൊ ഇതെന്താണ്? അപ്പൊ ഇവിടെ നമ്മൾ കളേഴ്സിനെ പെർസീവ് ചെയ്യണം. ഓരോ ഓബ്ജക്റ്റിന്റെയും കളറ് എന്താ പറയേണ്ടത്? റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് ആണ്,
അണ്ടർ വേരിയിങ് ഇലുമിനേഷൻ കണ്ടീഷൻസ്. അപ്പൊ കളർ നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലോട്ട് എന്തുമാത്രം പ്രകാശം അടിക്കുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം പ്രകാശം അതിന്റെ ചുറ്റുവട്ടത്തുണ്ട്, ഹൗ ലിറ്റ് ദാറ്റ് തിങ് ഈസ് എന്നുള്ളത് അനുസരിച്ചാണ് നമ്മൾ കളറിനെ മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഇതിന്റെ കളറ് ഏത് ലൈറ്റ് കണ്ടീഷൻസ് മാറിയിരുന്നാലും കളർ സിമിലർ ആണ്, അല്ലെ സെയിം ആണ്, കളറിൽ വ്യത്യാസം ഇല്ല എന്നുള്ളത്. നമ്മൾ തുണിക്കടയിൽ പോയിട്ട് തുണി ഒക്കെ എടുത്ത് ചില ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ആ കളറിനെ ഒന്നും കൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ തുണിക്ക് ഒരുപക്ഷെ ആ കടയിൽ വെച്ച് കണ്ട അതേ കളർ ആയിരിക്കില്ല ഇവിടെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ കടയിൽ വെച്ച് കണ്ട ആ ഒരു കളർ എന്തുകൊണ്ടാണ് ആ ഒരു വേരിയേഷൻ അവിടെ വന്നത്? വേരിയേഷൻ വന്നത് അവരുടെ ഇലുമിനേഷൻ, ആ തുണിക്കടയിലെ ലൈറ്റിംഗ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു പ്രത്യേക തരം ലൈറ്റിംഗ് ആണ് തുണിക്കടയിലുള്ളത് അല്ലേ? അത് ശരിക്കും ആ കളേഴ്സിനെ ഒന്നും കൂടെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പെർസെപ്ഷൻ ഇവിടെ എന്താണ്? ഓബ്ജക്ട്സിന്റെ കളർ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി താരതമ്യേന അത് കോൺസ്റ്റന്റ് ആണ്, അത് മാറുന്നില്ല. പക്ഷെ ചോപ്പ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പം വീട്ടിലെത്തുമ്പോഴും അത് ചോപ്പ് തന്നെയായിരിക്കും. ചിലപ്പോൾ ആ ചോപ്പിന്റെ ഒരു ഷെയ്ഡ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആകും എങ്കിൽ മാത്രമേ. മറ്റൊന്ന് ബ്രൈറ്റ്നസ് കോൺസ്റ്റൻസി ആണ്. ഇതെന്താണ്? പെർസീവിങ് കോൺസ്റ്റന്റ് ബ്രൈറ്റ്നസ് അണ്ടർ ഡിഫറെന്റ് ലൈറ്റിംഗ് എന്നുള്ളത്. അപ്പൊ ഒരു ഓബ്ജക്റ്റിന്റെ ബ്രൈറ്റ്നസ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് ഡിസ്പൈറ്റ് ചേഞ്ചസ് ഇൻ ലൈറ്റിംഗ്. ആ ലൈറ്റിംഗിൽ വ്യത്യാസം വരുന്നുണ്ട് എങ്കിലും അതിന്റെ എന്താ പറയേണ്ടത്, ആ ഒരു ബ്രൈറ്റ്നസ് ഇസ് ദ സെയിം. അപ്പോൾ നമ്മൾ ആ മൂണിന്റെ ആ ഒരു ഇല്യൂഷൻ നമ്മൾ നോക്കിയാൽ തന്നെ മൂൺ ശരിക്കും എന്താ പറയേണ്ടത്, ഒന്ന് അതിന്റെ സൈസിന്റെ ആയിരുന്നാലും ശരി തന്നെ, അതിന്റെ ആ ഒരു എന്താ പറയേണ്ടത്, അതിന്റെ ആ ഒരു അതിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശത്തിന്റെ ആയിരുന്നാലും ശരി തന്നെ അത് ഡിഫറെന്റ് ആണല്ലേ പല സമയത്ത് പല സിറ്റുവേഷൻസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ബ്രൈറ്റ്നസ് കോൺസ്റ്റൻസി അത് ഒന്നുകൂടെ പറയാനാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ബ്രൈറ്റ്നസ് കോൺസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു എബിലിറ്റിയാണ്. ആ ഒരു ഓബ്ജക്റ്റിന് ഒരു കോൺസ്റ്റന്റ് ലെവൽ ഓഫ് ബ്രൈറ്റ്നസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ മറ്റൊരു എബിലിറ്റിയാണ്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റന്റ് ലെവൽ ഓഫ് ബ്രൈറ്റ്നസ് ആ ഒരു ഓബ്ജക്റ്റിന് നിലനിൽക്കും അതിന്റെ ചുറ്റാകെയുള്ള ലൈറ്റിംഗ് കണ്ടീഷൻസ് മാറിയാൽ പോലും. ഇപ്പൊ നമ്മൾ യൂഷ്വലി നമുക്ക് നമ്മുടെ ലൈഫിൽ കാണാൻ കഴിയുന്നതാണ് വെള്ള പേപ്പർ അല്ലെ. അപ്പൊ വെള്ള പേപ്പർ നമ്മൾ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിന്റെ അടിയിൽ നിന്ന് നോക്കിയിരുന്നാലും കുറച്ച് ഡിം ആയിട്ടുള്ള ഒരു റൂമിൽ നിന്ന് നമ്മൾ ഈ വെള്ള പേപ്പറിൽ നോക്കിയിരുന്നാലും നമുക്കറിയാം ആ ഒരേ പേപ്പർ ആകുമ്പോഴത്തേക്ക് ആ ഒരു റിഫ്ലക്ഷനിൽ അതിന്റെ ബ്രൈറ്റ്നസ് മാറുകയാണെങ്കിലും അതിന്റെ ബ്രൈറ്റ്നസ് ആക്ച്വലി കോൺസ്റ്റന്റ് ആണ്. അതിന്റെ എൻവയൺമെന്റ് അനുസരിച്ച് അത് മാറുന്നുണ്ടല്ലേ. ഒരു ബ്രൈറ്റ് റൂമിലും ഒരു ഡിം റൂമിലും അത് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് അത് മാറുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഓൾറെഡി നമ്മുടെ പെർസെപ്ഷൻ ഉണ്ട് ഇത് ബ്രൈറ്റ്നസ് ആക്ച്വലി മാറുന്നില്ല, ബ്രൈറ്റ്നസ് അതേപോലെ നിൽക്കുന്നു. അത് ആ ലൈറ്റിന്റെ കൂടുതലും കുറവും വരുന്നത് കൊണ്ട് ഈ ബ്രൈറ്റ്നസ് മാറുന്നു എന്നുള്ളതാണ്. പക്ഷെ പേപ്പറിന്റെ ആക്ച്വൽ ബ്രൈറ്റ്നസ് കോൺസ്റ്റന്റ് ആണ്. ഇലുമിനേഷൻ മാറുമ്പോൾ അല്ലെങ്കിൽ ആ ലൈറ്റിന്റെ പ്രകാശം മാറുമ്പോഴാണ് അതിനകത്ത് നമുക്ക് വ്യത്യാസം എന്നുള്ള രീതിയിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് അല്ലെ. അടുത്തത് നമുക്ക് പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ് നമ്മൾ നോക്കി. ഇനി നമുക്ക് ആ ഒരു ഡെപ്ത് പെർസെപ്ഷൻ ആണ് ഇതിനകത്ത് ശരിക്കും നോക്കാനുള്ളത്. അപ്പൊ ഡെപ്ത് എന്താണ്? ഡെപ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ആഴം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഡെപ്ത് പെർസെപ്ഷൻ ഇസ് ദ എബിലിറ്റി ടു പെർസീവ് ദ വേൾഡ് ഇൻ 3 ഡയമെൻഷൻസ്. അപ്പം ആഴം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു 3D നമുക്ക് കാര്യങ്ങളെ പെർസീവ് ചെയ്യാനായിട്ട് കഴിയുന്നതിന് നമുക്ക് ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയാം. അപ്പോ ഈ ഒരു ഡെപ്ത് പെർസെപ്ഷൻ നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ശരിക്കും ഓരോ ഓബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. സോ വൺസ് അഗെയിൻ ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നമ്മുടെ ചുറ്റാകെയുള്ള ആ ഒരു ലോകത്തിനെ ഒരു 3 ഡയമെൻഷനൽ രൂപത്തില് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരു 3D പെർസെപ്ഷൻ നമുക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് എന്താ പറയേണ്ടത്, ഓബ്ജക്ട്സ് തങ്ങളിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് എന്തുമാത്രം ദൂരെയാണ് അത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് ആ ഒരു ഡെപ്ത് പെർസെപ്ഷൻ നമുക്ക് ഉണ്ടെങ്കിലേ അത് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പെർസെപ്ഷൻ സ്കിൽ ശരിക്കും എന്താ പറയേണ്ടത്, നമ്മളെ നമ്മുടെ ചുറ്റുപാട്ടവുമായിട്ട് ശരിക്കും ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഒന്ന്, ഒരു ഓബ്ജക്റ്റ് നമ്മളിൽ നിന്ന് എത്ര ദൂരെയാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒന്ന് അളക്കാനായിട്ട് കഴിയുന്നു.
ആൻഡ് ആ ഒരു ഓബ്ജക്റ്റ് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു രൂപം നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് എങ്ങനെ നമ്മൾ ഇതിന് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ലഭിക്കുന്നു. നമ്മൾ എന്താ പറയേണ്ടത്, വനത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാട്ടാനയെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡെപ്ത് പെർസെപ്ഷൻ ഉള്ളത് കൊണ്ടാണ് ആ ആന നമ്മളിൽ നിന്ന് എത്ര അകലെയാണെന്നും ആ ആന നമ്മളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അതെന്ത് വേഗതയിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്നെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അല്ലേ. എന്നിട്ട് വേണം നമ്മൾ ഓടി രക്ഷപ്പെടാനായിട്ട്. അതും പെർസെപ്ഷന്റെ ഭാഗമാണ്. ഡേഞ്ചർ എന്നുള്ളത് സെൻസ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ ആന നമ്മളെക്കാളും സ്പീഡിൽ ഓടുവാണെന്നുണ്ടെങ്കിൽ വേഗം അത് നമ്മുടെ അടുത്തേക്ക് എത്തും. അപ്പൊ നമ്മൾ വീണ്ടും വേഗത കൂട്ടണം എന്നുള്ള ആ ഒരു പെർസെപ്ഷനൊക്കെ നമ്മുടെ ആ ഒരു ഉള്ളിലേക്ക് വരും. ഈ ഡെപ്ത് പെർസെപ്ഷന് ശരിക്കും രണ്ട് ക്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് സൂചനയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്യൂസിന് മലയാളത്തിൽ നമുക്ക് ആ ഒരു സൂചന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ഹിന്റ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ക്യൂ എന്ന് പറയാൻ പറ്റും. അപ്പൊ ബേസിക്കലി ഡെപ്ത് പെർസെപ്ഷന് രണ്ടെണ്ണമാണുള്ളത്. അതില് ആദ്യത്തെ ക്യൂ എന്ന് പറയുന്നത് ബൈനോക്കുലർ ക്യൂ ആണ്. ഓക്കെ, ബൈനോക്കുലർ ക്യൂ. ആൻഡ് അടുത്ത ക്യൂ എന്ന് പറയുന്നത് മോണോക്കുലർ ക്യൂ ആണ്. അപ്പൊ എന്താണ് ഈ ബൈനോക്കുലർ ക്യൂ എന്ന് ശരിക്കും പറയുന്നത്? അപ്പോൾ ഇത് എന്താ പറയേണ്ടത്, ദീസ് ആർ ഡെപ്ത് ക്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺ ദ യൂസ് ഓഫ് ബോത്ത് ഐസ്. രണ്ട് കണ്ണും കൂടെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ക്യൂ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബിക്കോസ് അവർ ഐസ് ആർ പൊസിഷൻഡ് സ്ലൈറ്റ്ലി അപ്പാർട്ട് അല്ലെ. രണ്ട് ഐയും കൂടെ ഒന്നിച്ചല്ലേ ഇരിക്കുന്നത്, കുറച്ചൊരു ഡിസ്റ്റൻസ് ഇല്ലേ, ഒരു മൂക്കിന്റെ ഡിസ്റ്റൻസ് ഇല്ലേ രണ്ട് കണ്ണും താങ്കളില്. അപ്പോ ഓരോ ഐയും സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്കിത് തരുന്നത്. അതുകൊണ്ടാണ് അതിനെ ബൈനോക്കുലർ ക്യൂ എന്ന് ശരിക്കും പറയുന്നത്. അപ്പോ ബ്രെയിൻ എന്താണ്, ബ്രെയിൻ ഇതിനെ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്, ഈ ഡിഫറൻസസിനെ അല്ലെങ്കിൽ ഈ രണ്ട് കണ്ണിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷന്റെ ഡിഫറൻസസിനെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സെൻസ് ഓഫ് ഡെപ്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പ്രൈമറി ബൈനോക്കുലർ ക്യൂസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ബൈനോക്കുലർ ഡിസ്പാരിറ്റിയും മറ്റൊന്ന് കൺവേർജൻസ് എന്ന് പറയും. ഈ രണ്ട് ടേംസ് നമ്മൾ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പോ ബൈനോക്കുലർ ഡിസ്പാരിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ബൈനോക്കുലർ ഡിസ്പാരിറ്റി ഈസ് ഓൾസോ നോൺ ആസ് റെറ്റിനൽ ഡിസ്പാരിറ്റി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ദ ഇമേജസ് പ്രൊജക്റ്റഡ് ഓൺ ടു ഈച്ച് റെറ്റിന. നമ്മൾ എന്തെങ്കിലും ഒന്നിനെ കാണുമ്പോഴത്തേക്ക് അതിന്റെ റിഫ്ലക്ഷൻ ആണല്ലോ നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. അപ്പോൾ ആ എന്താ പറയേണ്ടത്, ആ സെയിം ഇമേജ് നമ്മുടെ കണ്ണിലേക്ക് പ്രൊജക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിലുണ്ടാകുന്ന ഡിഫറൻസ്, ഈ ഡിഫറൻസ് എന്തുകൊണ്ടുണ്ടാകുന്നത്, ഡ്യൂ ടു ദ ഹൊറിസോണ്ടൽ സെപ്പറേഷൻ ഓഫ് ദി ഐസ്. അപ്പോൾ ഹൊറിസോണ്ടലി സെപ്പറേറ്റഡ് ആണ് ഐസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോ ഐയും ഓരോ കണ്ണും സെപ്പറേറ്റ്, ഒരു സ്ലൈറ്റ്ലി സെപ്പറേറ്റ് ആംഗിളിൽ നിന്നാണ് അതിന്റെ ആ ഒരു വിഷൻ ശരിക്കും നടക്കുന്നത്. ആൻഡ് ഈ ഇമേജസ് എന്ന് പറയുന്നത് ആർ നോട്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇമേജസ് അല്ല ഈ രണ്ട് കണ്ണും പെർസീവ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ട് അത് കാണുന്നു എന്നുള്ളതാണ്. പക്ഷെ ബ്രെയിൻ എന്താ ചെയ്യുന്നത്, ഇതിനെ രണ്ടിനെയും കൂടെ ബ്രെയിൻ അങ്ങ് മേർജ് ചെയ്യുന്നു. ഈ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജസിനെ മേർജ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഇമേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വി ഗെറ്റ് ഇറ്റ് വിത്ത് ദി ആക്ച്വൽ ഡെപ്ത്. അപ്പൊ നമുക്ക് അതിന്റെ കൃത്യതയോടുകൂടി നമുക്ക് അവിടെ കിട്ടുന്നു. അപ്പോ എന്താ പറയേണ്ടത്, ഈ രണ്ട് ഇമേജസും തങ്ങളിൽ ഉള്ള ആ ഒരു ഡിസ്പാരിറ്റി കൂടി വരുന്ന അനുസരിച്ച് ദ ക്ലോസർ ദി ഓബ്ജക്റ്റ് ഇസ് പെർസീവ്ഡ് ടു ബി. സംഗതി എടുത്ത് നമ്മുടെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിനെ കാണാനുള്ള ആ ഒരു ഇത് ശേഷി കുറഞ്ഞു വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പോൾ ശരിക്കും നമ്മുടെ ബ്രെയിൻ വളരെ പെട്ടെന്ന് ഈ രണ്ടായിട്ട് നമ്മുടെ രണ്ട് കണ്ണും രണ്ട് രീതിയിൽ കാണുന്ന ആ ഇമേജിനെ ഒന്നായി നമുക്ക് പെർസീവ് ചെയ്ത് തരുന്നു എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇത് തങ്ങളിൽ ഈ രണ്ട് കണ്ണിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇമേജിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ അത് തങ്ങളിലുള്ള വ്യത്യാസം കൂടുതലാണെങ്കിൽ അപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ അതിന്റെ എന്തുമാത്രം നമ്മളിൽ അടുത്ത് ആ ഓബ്ജക്റ്റ് നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 10-15 സെന്റിമീറ്റർ അകലം
നമ്മുടെ എന്താ പറയേണ്ടത് ആ ഒരു 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 വിരല് നമ്മളെടുത്ത് ഇങ്ങനെ വെക്കുക, അല്ലെ ഒരു പേന എന്തെങ്കിലും എടുത്ത് നമ്മളിങ്ങനെ പിടിക്കുക. ഓക്കെ, ഏകദേശം മൂക്കിൽ നിന്ന് ഒരു 10-15. എന്നിട്ട് പിന്നെ ഒരു കണ്ണ് അടച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒന്ന് നോക്കുക. എന്നിട്ട് അടുത്ത കണ്ണ് അടച്ചു പിടിച്ചിട്ട് നമ്മൾ അതിലേക്ക് നോക്കുക. അപ്പോൾ ഓരോ കണ്ണും അടച്ചു പിടിച്ച് നമ്മൾ അതിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയും ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് നിർത്തിയേക്കുന്ന ഈ വിരലിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിങ്ങനെ വെച്ചിട്ട് ആദ്യം ഇടത്തെ കണ്ണുകൊണ്ടൊന്ന് നോക്കുക, എന്നിട്ട് എന്താ പറയണ്ട 2 കണ്ണും അടച്ചു പിടിച്ചിട്ട് വലത്തെ കണ്ണും തുറക്കുക, എന്നിട്ട് 2 കണ്ണും അടച്ചു പിടിച്ചിട്ട് ഇടത്തെ കണ്ണും തുറക്കുക. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ട് നമുക്ക് കഴിയും. ദർ ഇസ് എ ഷിഫ്റ്റ് ഇൻ പൊസിഷൻ. അപ്പൊ ഈ ഷിഫ്റ്റ് എന്തുകൊണ്ടാണ് നടക്കുന്നത്? ബിക്കോസ് ഈച്ച് ഐ വ്യൂസ് യുവർ ഫിംഗർ ഫ്രം എ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആംഗിൾ. ഒരു സ്ലൈറ്റ്ലി വ്യത്യസ്തമായ ഒരു ആംഗിളിൽ നിന്നാണ് ഓരോ കണ്ണും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മുടെ ഈ ഒരു വിരലിനെ കാണുന്നത്. 2 കണ്ണും നമ്മൾ തുറന്നു വെക്കുമ്പോഴത്തേക്ക് എന്താണ്, ഈ കിട്ടുന്ന 2 ഇമേജസിനെയും ആ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്ന, അവിടെയാണ് ബൈനോക്കുലർ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഡിഫറൻസ് ഉള്ള ആ ഒരു വ്യൂവിനെ അത് പ്രോസസ് ചെയ്ത് എന്താ പറയേണ്ടത്, ആ ഫിംഗർ, ആ വിരൽ ഏകദേശം എന്തുമാത്രം ഡിസ്റ്റൻസിലാണ്, അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസിലൂടെ വെച്ചാൽ നമ്മുടെ കണ്ണിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തുമാത്രം അകലെ ആ വിരൽ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, അതാണ് ഈ ബൈനോക്കുലർ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസ്പാരിറ്റി ഉള്ളത് കൊണ്ട് ഓരോ കണ്ണും വ്യത്യസ്തമായിട്ട് കാണുന്നതിനെയാണ് ഡിസ്പാരിറ്റി എന്ന് പറയുന്നത്. ഈ ഡിസ്പാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് നമ്മളിൽ നിന്ന് എന്തുമാത്രം അകലെ എന്നുള്ളതിന്റെ ആ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത്. ഇനി മറ്റൊന്ന് കൺവേർജൻസ് ആണ്. അപ്പൊ കൺവേർജൻസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? കൺവേർജൻസ് ഇസ് ദ ബൈനോക്കുലർ ക്യൂ ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ടു വിച്ച് ദ ഐസ് ടേൺ ഇൻവേർഡ് ടു ഫോക്കസ് ഓൺ ആൻ ഓബ്ജക്റ്റ്. ക്യാമറയുടെ ലെൻസ് നമുക്ക് ഫോക്കസ് ചെയ്യുന്നതിന് നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പോഴത്തേക്ക് അത് പുറത്തേക്ക് വരും, നമ്മൾ തിരിച്ച് കറക്കുമ്പോഴത്തേക്ക് ലെൻസ് അകത്തേക്ക് വരും. അപ്പൊ ഈ കൺവേർജൻസ് എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ ആ ഒരു ബൈനോക്കുലർ ഹിന്റ് തന്നെയാണ്. പക്ഷെ എന്താണിത്? ഇത് എന്തിനെ ബേസ് ചെയ്താണ്? ടു ദ ഡിഗ്രി ടു വിച്ച് ദ ഐ ടേൺ ഇൻവേർഡ് ടു ഫോക്കസ് ഓൺ എൻ ഓബ്ജക്ട്. ഒരു ഓബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്യുന്നതിന് നമ്മുടെ കണ്ണ് എന്തുമാത്രം അകത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ കൺവേർജൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇമാജിൻ യു ലുക്കിംഗ് അറ്റ് സംതിങ് ക്ലോസ് ടു യുവർ ഫേസ്. നമ്മുടെ മുഖത്തിന്റെ അടുത്ത് വെച്ചേക്കുന്ന എന്തെങ്കിലും ഒരു സംഗതിയെ നമ്മൾ നോക്കുന്നു എന്ന് കണക്കാക്കുക. അപ്പോൾ നമ്മുടെ കണ്ണ് ശരിക്കും ഇറ്റ് വിൽ റൊട്ടേറ്റ് ഇൻവേർഡ്. നമുക്കറിയാം, ഒരുപാട് അടുത്ത് കൊണ്ടുവന്നാലും നമുക്ക് അതിനെ കാണുന്നതിനുള്ള ക്ലാരിറ്റി കുറയും. പക്ഷെ കുറച്ച് സമയം കൊണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ ഒരു എന്താ പറയേണ്ടത് ഒരു 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 ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് അതിന്റെ ആ ഒരു ക്ലാരിറ്റി വ്യത്യസ്തപ്പെട്ട് വരികയും കൂടെ അവിടെ ചെയ്യും, അല്ലെ? അപ്പൊ ഇത് ശരിക്കും നടക്കുന്ന എന്താണ്? യുവർ ഐസ് ആർ റൊട്ടേറ്റിംഗ് ഇൻവേർഡ് ടുവേർഡ് ഈച്ച് അതർ. അപ്പൊ രണ്ടും ഒരേ സൈഡിലേക്ക് അത് കൺവേർജ് ചെയ്ത് വരുന്നു. അതിനെയാണ് ഈ കൺവേർജൻസ്, അല്ലെങ്കിൽ രണ്ടും ഒരേ സൈഡിലേക്ക് വരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇത് ആ ഒരു ഡിഫറൻസ്. ഇപ്പൊ നമുക്കൊന്ന് ദൂരെ ഇരിക്കുന്ന ഒരു ഓബ്ജക്റ്റും അടുത്തിരിക്കുന്ന ഒരു ഓബ്ജക്റ്റും, ഈ ഓബ്ജക്റ്റിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണ് അടുത്തേക്ക് വരാനുള്ള ആ ഒരു സാധ്യത, നമ്മൾ ഈ ഓബ്ജക്റ്റിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അത് വീണ്ടും അകന്നു വരുന്ന ആ ഒരു പ്രക്രിയ, ഇതിനെയാണ് കൺവേർജൻസ് എന്ന് ശരിക്കും ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്? ഈ ഡിഗ്രി ഓഫ് കൺവേർജൻസ്, എന്തുമാത്രം അത് മാറുന്നു എന്നുള്ള ആ ഒരു ഡിഗ്രി, അതിനെ ഒരു ക്യൂ, ഒരു ഹിന്റ് ആയിട്ട് എടുത്തിട്ട് എഗെയിൻ ആ ഒരു ഡിസ്റ്റൻസ് ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ആ ഒരു ഇൻവേർഡ് ടേണിങ് അത് ഗ്രേറ്റർ ആണെങ്കിൽ ദ ക്ലോസർ ദ ഓബ്ജക്റ്റ്. അതായത് അടുത്ത് വരുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ കണ്ണ് രണ്ടും മൂക്കിന്റെ അടുത്തേക്ക് ആ ഒരു റോൾ ചെയ്ത് നീങ്ങുന്നു എന്നുള്ളത്, അല്ലേ? നമുക്ക് എന്താ പറയണ്ടേ, നമ്മുടെ ഈ കണ്ണിന്റെ കൃഷ്ണമണി രണ്ടും അടുത്ത് വന്നതുപോലെയുള്ള ആ ഒരു ഫീലിംഗ്. അപ്പോ ആ ഡിസ്റ്റൻസ് അടുത്തടുത്ത് വരുന്ന ഡിസ്റ്റൻസ് കുറഞ്ഞു വരികയാണെങ്കിൽ ആ ഓബ്ജക്റ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഇതിനെ കണക്കാക്കുന്നത്. സോ അതാണ് ബൈനോക്കുലർ ഡിസ്പാരിറ്റിയും കൺവേർജൻസും. അപ്പൊ ബൈനോക്കുലർ ഡിസ്പാരിറ്റി, ഓരോ കണ്ണ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആ ഷിഫ്റ്റ് ഇൻ പൊസിഷൻ, അതനുസരിച്ച് നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. മറ്റൊന്ന് കൺവേർജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു ഓബ്ജക്റ്റിനെയും ദൂരമുള്ള ഒരു ഓബ്ജക്റ്റിനെയും നമ്മൾ മാറി നോക്കുമ്പം
നമ്മുടെ ഈ കണ്ണ് എന്തുമാത്രം സെന്ററിലേക്ക് അതായത് രണ്ട് കണ്ണും തങ്ങളിൽ എങ്ങനെ അടുത്തടുത്ത് നീങ്ങുന്നു എന്നുള്ള അതനുസരിച്ച് വീണ്ടും അത് നമ്മുടെ എത്ര അടുത്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു കൺവേർജൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ മോണോക്കുലാർ ക്യൂസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം മോണോക്കുലാർ ക്യൂസ് എന്താണ്? മോണോക്കുലാർ ക്യൂസ് ക്യാൻ ബി പെർസീവ്ഡ് വിത്ത് വൺ ഐ എലോൺ. അപ്പോൾ ബൈനോക്കുലാർ എന്ന് പറയുമ്പോൾ രണ്ട് കണ്ണും വേണം. അപ്പൊ മോണോക്കുലാർ ക്യൂസ് എന്ന് പറയുന്നത് ഒരു കണ്ണ് മാത്രം കൊണ്ട് നടത്താൻ കഴിയുന്ന പെർസെപ്ഷൻ ആണത്, വൺ ഐ എലോൺ. ആൻഡ് ഇത് എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർ ഡെപ്ത് പെർസെപ്ഷൻ, എസ്പെഷ്യലി വെൻ വ്യൂവിങ് ഇൻ 2 dimension. ഇപ്പൊ 2 dimensionൽ നമുക്കത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോണോക്കുലാർ ക്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ 2 dimensional സീൻസ് എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾസ് ആണ് പെയിന്റിങ്സ്, ഫോട്ടോഗ്രാഫ്സ്. ഇതൊക്കെ 2 dimensionൽ എന്നുള്ള. അപ്പോൾ ഇതിനെ നമുക്ക് ശരിക്കും പെർസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോണോക്കുലാർ ക്യൂസ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യൂസ് അല്ലെങ്കിൽ മോണോക്കുലാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഹെൽപ്സ് us ടു ജഡ്ജ് ദ ഡിസ്റ്റൻസ് ആൻഡ് ദ ഡെപ്ത് ഓഫ് ഓബ്ജക്ട്സ്. നമ്മുടെ ചുറ്റാകെയുള്ള ഡിസ്റ്റൻസും ഡെപ്തും ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നൗ ഈവൻ വെൻ ആ ഒരു ബൈനോക്കുലർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റീരിയോസ്കോപ്പിക് എഫക്റ്റ് ഇല്ല, ആ ഒരു വിഷൻ നമ്മൾ, അതായത് ആ ഒരു ബൈനോക്കുലാർ വിഷൻ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഇതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന എന്താ പറയേണ്ടത്, മോണോക്കുലാർ ക്യൂസിൽ വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഒരു ഓവർലാപ്പ് എന്ന് പറയും. ഈ ഓവർലാപ്പിനെയാണ് ഇന്റർപൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർപൊസിഷൻ എന്താണ്? ഓവർലാപ്പിംഗ് ഓബ്ജക്ട്സ് ഇൻഡിക്കേറ്റ് ക്ലോസ്നെസ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ എന്താണ് ശരിക്കും പറയുന്നത്? ഇന്റർപൊസിഷൻ എന്ന് പറയുന്ന ഓൾസോ ഇതിനെ ഓവർലാപ്പ് എന്നും അറിയപ്പെടുന്നു. നൗ ദിസ് ഒക്കേഴ്സ് വെൻ വൺ ഓബ്ജക്ട് പാർഷ്യലി ബ്ലോക്സ്, അല്ലെങ്കിൽ ഇപ്പൊ ഓവർലാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇവിടെ ഒരു ഓബ്ജക്റ്റ് ഉണ്ടെന്ന് കണക്കാക്കുക, മറ്റൊരു ഓബ്ജക്റ്റ് ഇങ്ങനെ കയറിയിരിക്കുമ്പോഴല്ലേ ഓവർലാപ്പ് വരുന്നത്. ഒരു ഓവർലാപ്പ് ഇവിടെ വരും അല്ലേ, ഒരു ഓവർലാപ്പ് ഇവിടെ വരും. അപ്പോൾ ഈ ഒരു ഓവർലാപ്പ്, അപ്പൊ ഓവർലാപ്പ് എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഒരു ഓബ്ജക്റ്റ് എന്ന് കണക്കാക്കുക, ഇവിടെ ഒരു ഓവർലാപ്പ് മറ്റൊരു ഓബ്ജക്റ്റ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ആദ്യത്തെ ഓബ്ജക്റ്റിന്റെ വിസിബിലിറ്റി പാർഷ്യലായി മാറി അല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ശരിക്കും എന്താ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ ആ ഒരു ബ്ലോക്ക് ചെയ്യുന്ന ഓബ്ജക്റ്റിനെ നമ്മൾ കുറച്ചും കൂടെ ക്ലോസർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന നമ്മളിൽ. ഓക്കെ, ഇപ്പോ ഈ ഒരു ഓബ്ജക്റ്റ് എന്താണ്, ഒരു ഓബ്ജക്റ്റ് ഇപ്പൊ ഇവിടെ എടുക്കുക. ഓക്കെ, ഒരു മൊബൈൽ തന്നെ എടുക്കുക. ഇത് ഒരു മൊബൈൽ. ഓക്കെ, ഇത് ഇവിടെ ഉണ്ട്. ആൻഡ് ലെറ്റ് us say ഇവിടെ ഇപ്പൊ ഒരു ഇവിടെ രണ്ട് ഓബ്ജക്റ്റ് ഞാൻ ഇവിടെ എടുത്തു. അപ്പൊ നിങ്ങളാണ് ഇതിനെ ജഡ്ജ് ചെയ്യുന്നത്, ഈ ഒരു പെർസെപ്ഷൻ നിങ്ങൾ ഇവിടെ ജഡ്ജ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ഓബ്ജക്റ്റ് ഇവിടെ വെച്ച്, അപ്പൊ ഇതിപ്പോ ഏകദേശം നിങ്ങളിൽ നിന്ന് എന്ത് ദൂരെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഇനി ഇതിന്റെ പുറത്തേക്ക് വരത്തക്ക രീതിയിൽ ഒന്ന് ഓവർലാപ്പ് ചെയ്യത്തക്ക രീതിയിൽ ഞാൻ ഇവിടെ വെച്ചു. അപ്പോൾ ഈ ആദ്യത്തെ ഓബ്ജക്റ്റിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ഈ ഓവർലാപ്പ് ചെയ്യുന്ന ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പെർസെപ്ഷൻ എന്താണ്? ഈ ഓവർലാപ്പ് ചെയ്യുന്ന ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ആദ്യത്തെ ഓബ്ജക്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്നത് അത് ഇതാണ്. ഈ ഒരു ഓബ്ജക്റ്റ് ആണ് നമ്മുടെ അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് ഇതാണെന്നും ഈ മറയ്ക്കപ്പെട്ട ഓബ്ജക്റ്റ് ദൂരെയാണ് എന്നുള്ള ആ ഒരു പെർസെപ്ഷനിലേക്ക് നമുക്ക് എത്തുന്നത്. അതാണ് ഈ ഇന്റർപൊസിഷൻ അല്ലെങ്കിൽ ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് മനസ്സിലായല്ലേ. മറ്റൊന്ന് ലീനിയർ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. അപ്പൊ പാരലൽ ലൈൻസ് കൺവേർജിങ് ഇൻഡിക്കേറ്റ് ഡിസ്റ്റൻസ്. അപ്പൊ ഇതെന്താണ് ആ ഒരു പ്രിൻസിപ്പിൾ, ആ ഒരു ലീനിയർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലീനിയർ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ ലീനിയർ പെർസ്പെക്റ്റീവ് ശരിക്കും ഒരു മോണോക്കുലർ ക്യൂ തന്നെയാണ്. വേർ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ഇത് രണ്ട് പാരലൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പൊ നമുക്കറിയാം എന്താണ് പാരലൽ ലൈൻസ് എന്നുള്ളത്. പാരലൽ ലൈൻസ് appear to converge as they recede into distance. അപ്പോ കൺവേർജ് എന്ന് പറഞ്ഞാൽ they tend to meet എന്നുള്ളതാണ് അല്ലെ. അതാണ്.
അപ്പോൾ ഇവിടെ എന്താണ് ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുക. കൺസിഡർ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് നമ്മൾ എടുക്കുക. റെയിൽവേ ട്രാക്ക് എപ്പോഴും പാരലൽ ആയിട്ടുള്ള ലൈൻസ് തന്നെയാണ് അല്ലേ. നൗ they seem to merge at a single point on the horizon. അതങ്ങ് ദൂരം കൂടുന്നതനുസരിച്ച് നമുക്ക് തോന്നും അത് അവരങ്ങ് മേർജ് ചെയ്യുന്നത് രണ്ടും ഒന്നാകുന്നു എന്ന് നമുക്ക് തോന്നും. ഈ ഒരു പോയിന്റിനെയാണ് വാനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഡെപ്തിന്റെ ഒരു ഇല്യൂഷൻ ആണ് ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ എന്താ പറയേണ്ടത്, ഈ ട്രാക്സ്, റെയിൽവേ ട്രാക്സ് നമുക്കറിയാം അത് ഒരിക്കലും കൺവേർജ് ചെയ്യുന്നില്ല. അതിങ്ങനെ പാരലൽ ആയിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അത് എവിടെയെങ്കിലും കൺവേർജ് ചെയ്ത ആക്സിഡന്റ് ഉണ്ടാവും അല്ലേ. അപ്പൊ അത് കൺവേർജ് ചെയ്തില്ല, അത് പാരലൽ ആയിട്ട് തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും. പക്ഷെ കുറെ ദൂരം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറെ ദൂരം കഴിയുമ്പോൾ നമുക്ക് തോന്നും അതിങ്ങനെ കൺവേർജ് ചെയ്യുന്നു. സോ ദാറ്റ്സ് എൻ ഇല്യൂഷൻ ദാറ്റ് ഇസ് ഐഡിയലി ബീങ് ക്രിയേറ്റഡ് ഹിയർ. അതാണ് ആ ഒരു ലീനിയർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്, ആ ഒരു വാനിഷിംഗ് പോയിന്റിലാണ് നമുക്കത് മേർജ് ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നത്. This creates the illusion of depth. Okay. Now, ഇനി അടുത്തത് നമുക്ക് ആ ഒരു ഏരിയൽ പെർസ്പെക്റ്റീവ് ആണ്. ഏരിയൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് distant objects appear hazier. Hazier means മങ്ങിയിരിക്കുന്നു എന്നുള്ളത്. അതാണ് ആ ഒരു ഏരിയൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവ് എന്നും ഇതിനെ പറയാം. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ എന്താണ്? ഏരിയൽ പെർസ്പെക്റ്റീവ് ശരിക്കും പറയുന്നത് എന്താ? It refers to the effect the atmosphere has on the appearance of objects. അപ്പൊ അറ്റ്മോസ്ഫിയർ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഈ അറ്റ്മോസ്ഫിയറിന് ആ ഓരോ ഓബ്ജക്റ്റിലും വരുത്താൻ സാധിക്കുന്ന ആ ഒരു എഫക്റ്റിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോ വളരെ ദൂരെയാണ് ഓബ്ജക്റ്റ് എങ്കിൽ അത് ഫെയിന്റ് ആയിട്ട് നിൽക്കും, ഒരു ഹേസിയർ ആയിട്ട് നിൽക്കും, നമുക്കതിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളത്. അതായത് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെന്നറിയാം, പക്ഷെ അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ആൻഡ് ഇത് ഒരു സ്ലൈറ്റ്ലി ഒരു ബ്ലൂവർ ആയിരിക്കും എന്നുള്ളതാണ്. സ്ലൈറ്റ്ലി ഒരു ബ്ലൂ കളർ അതിന് വരും എന്നുള്ളതാ പറയുന്നത്. than objects that are near to us. ഇത് എന്തുകൊണ്ടാണ്? അറ്റ്മോസ്ഫിയർ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രക്രിയ അവിടെ സംഭവിക്കുന്നത്. ഉദാഹരണം, നമ്മൾ ബാംഗ്ലൂരിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ മൗണ്ടൻ റേഞ്ചസ് കുറേ നമ്മളവിടെ കാണും അല്ലേ. അപ്പോ ഈ മൗണ്ടൻ റേഞ്ചസ് ദാറ്റ് ആർ ഫർദർ അവേ they appear to be lighter in color. അതിന്റെ കളർ കുറച്ച് കുറഞ്ഞിട്ടുള്ളൂ. നമ്മൾ നിന്ന് നോക്കുന്ന സ്ഥലത്ത് നിന്ന് ദൂരെയുള്ള മൗണ്ടൻ റേഞ്ചസ് ആണെങ്കിൽ അതിന്റെ കളർ ഒന്ന് മങ്ങിയതുപോലെ നമുക്ക് തോന്നും than the ranges that are closer to us. അപ്പോൾ എന്താ പറയേണ്ടത്, ശരിക്കും ഈ അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണ് ആ ഒരു ബ്ലൂയിഷ് ടിൻറ്റ്, ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് അവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ലാൻഡ്സ്കേപ്പിന്റെ ഡെപ്തിന്റെ ഒരു സെൻസ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇസ് ദ ടെക്സ്ചർ ഗ്രേഡിയന്റ്. വാട്ട് ഇസ് എ ടെക്സ്ചർ? ടെക്സ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മൾ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് അതിന് കിട്ടുന്നത്, ഇപ്പൊ കോട്ടൺ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടെക്സ്ചർ കിട്ടും, സിൽക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു ടെക്സ്ചർ കിട്ടും. അതാണ് ശരിക്കും ടെക്സ്ചറിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെക്സ്ചർ ഗ്രേഡിയന്റ് എന്താണ്? സർഫസ് ടെക്സ്ചർ appears finer with distance. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു ടെക്സ്ചർ ഗ്രേഡിയന്റ് ശരിക്കും ഇത് എന്തിനെ റെഫർ ചെയ്യുന്നു? ഇറ്റ് റെഫേഴ്സ് ടു ദ വേ സർഫസ് ടെക്സ്ചർ മീൻസ് അതിന്റെ പുറം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഫൈനായിട്ട്, ഫൈൻ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് തോന്നും ആസ് ദേ ആർ ഫാർ അവേ ഫ്രം us. ആ ഒരു സംഗതി നമ്മളിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ അതിന്റെ സർഫസ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്ക് തോന്നും. കാരണം എന്താ, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിന്റെ സ്പെസിഫിക് ഡീറ്റെയിൽസ് നമുക്ക് കണ്ടെങ്കിൽ മാത്രമല്ലേ അതിൽ കുണ്ടും കുഴിയും ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയൂ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഒരു ഗ്രാജുവൽ റിഡക്ഷൻ ഇൻ ഡീറ്റെയിൽ അവിടെ വരുന്നത്, അതിന്റെ കൃത്യമായ ഡീറ്റെയിൽ, അതിന്റെ റിഡക്ഷൻ അവിടെ വരുന്നത്. അപ്പോ
this gives us important clues അല്ലെങ്കിൽ cues about the relative distance of different parts of a textured surface. അപ്പം ഈ ടെക്സ്ചേർഡ് ആയിട്ടുള്ള ആ ഒരു സർഫസിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്, അപ്പം ആ ഒരു രണ്ട് സർഫസസ് തങ്ങളിലുള്ള അതിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. നോക്ക്, നമ്മൾ ഈ വഴികള്, നമുക്ക് ടാറിട്ട റോഡുണ്ട്, കല്ല് മാത്രം പാകിയ റോഡുണ്ട്. നമ്മൾ ഈ മെറ്റലൊക്കെ പാകിയേക്കുന്ന, അതായത് ടാർ ഇടുന്നതിന് മുന്നേ ഉള്ള കല്ല് മാത്രം പാകിയ ആ ഒരു പാതയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പം നമ്മള് ആ പാതയിലൂടെ നമ്മൾ നടന്ന് സഞ്ചരിക്കുന്നു. അപ്പം നമ്മുടെ കാല് എവിടെയാണോ, നമ്മുടെ ഫീറ്റ് എവിടെയാണോ, അതല്ലേ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കല്ലുകളാണെന്നും ഈ കല്ലുകളെയാണ് ഇവിടെ അടുക്കി അടുക്കി വെച്ചേക്കുന്നതെന്നും നമുക്ക് വ്യക്തമായിട്ട് കാണാം. അതേ പാത തന്നെ നമ്മൾ നോക്കുന്ന ദൂരോട്ട് നമ്മൾ നോക്കുന്ന അനുസരിച്ച് ഈ കല്ലുകൾ എന്ന് പറയുന്നത് ചെറുതായിട്ട് നമുക്ക് തോന്നും. ആൻഡ് അതേപോലെ അത് എന്താ പറയേണ്ടത്, ആ കല്ലുകൾ തങ്ങളിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്, ദിസ് ഇസ് എ ചേഞ്ച് ഇൻ ടെക്സ്ചർ. ഇതാണ് നമ്മുടെ ബ്രെയിനിനെ എന്താ പറയേണ്ടത്, അത് തങ്ങളിലുള്ള ആ ഒരു ഡിസ്റ്റൻസും ഡെപ്തും ആ ഒരു പാത്തിന്റെ നമ്മളെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് കംസ് ദ റിലേറ്റീവ് സൈസ്. അപ്പൊ റിലേറ്റീവ് സൈസ്, നോൺ ഓബ്ജക്ട്സ് അപ്പിയർ സ്മോളർ വെൻ ഫാദർ. അതാണ് റിലേറ്റീവ് സൈസ്. അപ്പൊ റിലേറ്റീവ് സൈസ് എന്ന് പറയുന്നത് വീണ്ടും ഒരു മോണോക്കുലർ ക്യൂ തന്നെയാണ്. അപ്പൊ ഇത് എന്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു, നമ്മുടെ നോളജിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഓഫ് ദ സൈസ് ഓഫ് ഫെമിലിയർ ഓബ്ജക്ട്സ്. അപ്പൊ ഫെമിലിയർ ആയിട്ടുള്ള ഓബ്ജക്ട്സിന്റെ സൈസ്, ആക്ച്വൽ സൈസ് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ മനസ്സിൽ ഒരു കാറിന്റെ സൈസ് എന്തോരുമാണ്. അപ്പൊ നമുക്കറിയാം ഒരു മാരുതി 800ന്റെ സൈസ് എന്താണെന്നും ഒരു മാരുതിയുടെ തന്നെ ഒരു ബലീനോ നോക്കിയാൽ അത് വലുതാണെന്നും നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സൈസ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഈ ഒരു റിലേറ്റീവ് സൈസ് ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ഓബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി ഉള്ള നോളജിനെ കുറിച്ചാണ്. അപ്പോ രണ്ട് ഓബ്ജക്റ്റ്, ദേ ആർ നോൺ ടു ബി ഓഫ് സിമിലർ സൈസ്. രണ്ട് ഓബ്ജക്ട്സ് നമ്മൾ എടുക്കുക, രണ്ടും സിമിലർ ആയിട്ടുള്ള സൈസ് ആണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. The one that appears to be smaller is perceived to be further away. അപ്പൊ ഞാനിവിടെ ആദ്യം രണ്ട് കാറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ രണ്ട് കാറും മാരുതി 800 ആണെങ്കിലോ നമുക്കറിയാം രണ്ടും ഒരേ സൈസ് ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഒരു കാറ് നമ്മുടെ അടുത്തിരിക്കുന്നു, ഒരു കാറ് അങ്ങ് ദൂരത്താണുള്ളത്. അപ്പൊ ഈ ദൂരത്ത് നിൽക്കുന്ന കാറ് ശരിക്കും അതിന്റെ ആക്ച്വൽ സൈസിനേക്കാളും ചെറുതാണ് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് അവിടെ വരുന്നു, അല്ലേ? അതാണ് റിലേറ്റീവ് സൈസിന്റെ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഓൾറെഡി നമ്മുടെ മൈൻഡിലുണ്ട് രണ്ടും ഒരേ സൈസിലുള്ള കാറാണ് എന്ന്. ഇനി അടുത്തത് വരുന്നത് ഷാഡോസ് ആൻഡ് ലൈറ്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ ഇതെന്താ, പൊസിഷനും ഡെപ്തും ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ ശരിക്കും പറയുന്നത് ഷാഡോസും ലൈറ്റിങ്ങും നമുക്ക് പ്രധാനപ്പെട്ട ക്ലൂസ് അല്ലെങ്കിൽ ക്യൂസ് തരുന്ന അബൌട്ട് ദ പൊസിഷൻ, അത് എവിടെയാണ് എന്നുള്ളത്, ആൻഡ് ഡെപ്ത് ഓഫ് ഓബ്ജക്ട്സ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ നോക്കിയേ ഡയറക്ഷനും, അതായത് ഷാഡോയുടെ ഡയറക്ഷനും അതിൻ്റെ ലെങ്ത്തും നമ്മൾ എടുക്കുക. അപ്പൊ ഷാഡോയുടെ ഡയറക്ഷനും ലെങ്ത്തും നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടുകയാണ് അബൌട്ട് ദ ലൊക്കേഷൻ ഓഫ് എ ലൈറ്റ് സോഴ്സ്. ആ ഒരു ലൈറ്റ് സോഴ്സ്, ഒരു ലൈറ്റ് അടിക്കുന്നത് കൊണ്ടല്ലേ ഒരു ഷാഡോ വരുന്നത്. അപ്പോഴാ ലൈറ്റ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടുന്നു. ഇതനുസരിച്ച് ഇറ്റ് ഗിവ്സ് us the depth of the objects that are casting the shadow. ആ ഷാഡോ കാസ്റ്റ് ചെയ്യുന്ന ഓബ്ജക്ട്സിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ വീണ്ടും നമ്മൾ ഒരു മരം ഇമാജിൻ ചെയ്യാം, ഒരു ട്രീ, ഒരു മരം ഇമാജിൻ ചെയ്യുന്നത്. അത് എന്താ പറയേണ്ടത്, സൂര്യപ്രകാശം അതിൽ അടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഒരു നിഴല് ഇതിനുണ്ടാകും. അപ്പൊ ഈ ഒരു ഷാഡോ, ആ ഒരു ട്രീ ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു നിഴൽ എന്ന് പറയുന്നത്, ആ നിഴല് ഒരു പ്രത്യേക ആംഗിളിലും ഒരു പ്രത്യേക അളവിലും ആണത് തറയിൽ അടിക്കുന്നത്, അല്ലേ? അപ്പൊ ഇതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ മരം നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും ആ ഷാഡോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ആ മരത്തിന്റെ ഹൈറ്റ് എന്താണെന്നും
അത് എന്താ പറയേണ്ടത്, എന്തുമാത്രം ഡിസ്റ്റൻസിലാണ് അത് നിൽക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഷാഡോസ് ശരിക്കും നമുക്കൊരു 3 ഡയമെൻഷനൽ വ്യൂ ആണ് ശരിക്കും നമുക്ക് അവിടെ തരുന്നത്. ഇത് ആ ഒരു ഡെപ്ത് പെർസെപ്ഷനെ നമുക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഷാഡോസ് ആൻഡ് ലൈറ്റിങ്ങിന്റെ. സോ ഇതാണ് ആ ഒരു മോണോക്കുലാർ ക്യൂ ആൻഡ് എന്താ പറയേണ്ടത് ബൈനോക്കുലാർ ക്യൂ എന്നുള്ള ആ 2 ഡിഫറെന്റ് ക്യൂസ് നമുക്ക് ഡെപ്ത് പെർസെപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് രണ്ടും എന്നുള്ളത്. ഇനി നോൺ വിഷ്വൽ ആയിട്ടുള്ള ക്യൂസും ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ് ഈ നോൺ വിഷ്വൽ ക്യൂസ് എന്ന് പറയുന്നത്? ഈ ക്യൂസ് ശരിക്കും ശരീരത്തിന്റെ സെൻസറി സിസ്റ്റംസിൽ, മറ്റ് സെൻസറി സിസ്റ്റംസ്, വിഷൻ അല്ലാത്ത മറ്റ് സെൻസറി സിസ്റ്റംസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഈ നോൺ വിഷ്വൽ ക്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് 2 ഘടകങ്ങൾ വരുന്നു. ഒന്ന് അക്കോമഡേഷൻ ആൻഡ് മറ്റൊന്ന് കിനസ്തെറ്റിക് ക്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസ് ഷേപ്പ് ചേഞ്ചസ് ടു ഫോക്കസ് ഓൺ ഓബ്ജെക്ട്സ്, അതാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. സോ ദ ചേഞ്ച് ഇൻ ദ ലെൻസ് ഷേപ്പ് ഓഫ് ദ ഐ to focus on near or far objects. അപ്പൊ അക്കോമഡേറ്റ് മീൻസ് അതിനെ കൂടെ ഉൾക്കൊള്ളുക. അപ്പൊ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിന്റെ ലെൻസ് അതിന്റെ ഷേപ്പ് ചേഞ്ച് ആക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തുള്ള ഓബ്ജക്റ്റ് ആണോ ദൂരെയുള്ള ഓബ്ജക്റ്റ് ആണോ അതിൽ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതോടൊപ്പം കിനസ്തെറ്റിക് ക്യൂസും ഇവിടെയുണ്ട്. ഇപ്പൊ കിനസ്തെറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് മറ്റ് ശരീരഭാഗങ്ങൾ അനക്കുക എന്നതോടുകൂടി വരുന്ന സംഗതികൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് മസിൽസിൽ നിന്നും ജോയിന്റ്സിൽ നിന്നും ഒക്കെ നമുക്ക് വരുന്ന ആ ഒരു ഇൻഫർമേഷൻ ആണ് അബൌട്ട് ദ പൊസിഷൻ ആൻഡ് മൂവ്മെന്റ് ഓഫ് ദ ബോഡി ആൻഡ് ലിംസ്. അതാണ് ഈ കിനസ്തെറ്റിക് ക്യൂസ്. അപ്പൊ ഈ നോൺ വിഷ്വൽ ക്യൂസ് ശരിക്കും എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നേ? നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച്, അതായത് നമ്മുടെ എൻവയൺമെന്റിനെ കുറിച്ചും നമ്മൾ അതിനകത്ത് എവിടെയാണ് നമ്മുടെ പൊസിഷൻ, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെയുള്ളത് നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഈ നോൺ വിഷ്വൽ ക്യൂസ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അക്കോമഡേഷൻ വൺസ് അഗെയിൻ പറയാനാണെങ്കിൽ ദിസ് ഇസ് എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ദ ഐസ് ലെൻസ് ചേഞ്ചിങ് ഷേപ്പ്. കണ്ണിന്റെ ലെൻസ് ചേഞ്ച് ചെയ്യുന്ന, അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓബ്ജക്ട്സിൽ ഫോക്കസ് ചെയ്യുന്നതിന്, ഇപ്പം ഡിഫറെന്റ് ഡിസ്റ്റൻസസിലുള്ള ഓബ്ജക്റ്റിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് അതിനെ കാണുന്നതിന് വേണ്ടിയിട്ട് കണ്ണിന്റെ ലെൻസിന്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്യൂ പ്രത്യേകിച്ചും എന്താ പറയേണ്ടത്, നമുക്ക് പ്രയോജനപ്പെടുന്നതെന്ന് പറയുന്നത് to look at objects that are very close to us. നമ്മുടെ വളരെ അടുത്ത് നിൽക്കുന്ന ഓബ്ജക്ട്സിനെ കാണുന്നതിന് പ്രത്യേകിച്ച് ഈ ഒരു ക്യൂ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു വളരെ അടുത്തുള്ള ഒരു ഓബ്ജക്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും സംഭവിക്കുന്നത് നമ്മുടെ സീലിയറി മസിൽസ്, അപ്പൊ കണ്ണിലെ സീലിയറി മസിൽസ് ശരിക്കും അത് കോൺട്രാക്ട് ചെയ്യും, അത് ചെറുതാകും. അത് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് എന്താ പറയേണ്ടത്, നമ്മുടെ ലെൻസ് കുറെ കൂടെ തിക്കാകുന്നു ആൻഡ് കുറെ കൂടെ റൗണ്ടഡ് ആയിട്ട് അത് മാറി വരുന്നു. ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ കുറച്ചും കൂടെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഓബ്ജക്ട്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലെൻസ് ഫ്ലാറ്റ് ആവുകയാണ്. അപ്പൊ ഇവിടെ നോക്ക്, കോൺട്രാക്ട് ചെയ്യുന്ന ഫ്ലാറ്റ് ആകുന്നു. അപ്പൊ ഈ കോൺട്രാക്ഷനും ഫ്ലാറ്റും തങ്ങളിലുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഈ വ്യത്യാസം എന്ത് ഡിഗ്രി ഓഫ് ചേഞ്ച് ആണ് ഇവിടെ വരുന്നത് എന്ന് ബ്രെയിൻ മനസ്സിലാക്കിയിട്ടാണ് ആ ഓബ്ജക്ട്സിന്റെ ഡിസ്റ്റൻസ് അവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബുക്ക്, ഇമാജിൻ എ ബുക്ക്, യു ആർ ഹോൾഡിംഗ് എ ബുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് യു ആർ ഷിഫ്റ്റിംഗ് യുവർ ഫോക്കസ് ഫ്രം എ വേർഡ്. അപ്പോൾ ഒരു ബുക്ക് നമ്മുടെ ഫ്രണ്ടിൽ എടുത്ത് നമ്മൾ വെക്കുക, ബുക്ക് തുറന്നു വെക്കുക. ഓക്കെ, അപ്പൊ എന്നിട്ട് നമ്മൾ നമ്മുടെ ഫോക്കസ് അതിൽ നിന്ന് മാറ്റുക, ആ പേജിനകത്തുള്ള ഒരു വാക്കിൽ നിന്ന് ഓൺ ടു ദ പേജ് ടു എ ഡിസ്റ്റന്റ് ഓബ്ജെക്ട് ഔട്ട്സൈഡ് ദ വിൻഡോ. അപ്പൊ 2 സംഗതികൾ നമുക്ക് ഇവിടെ വേണം. ഒന്ന്, നമ്മുടെ ജനലിന്റെ വെളിയിൽ നമ്മളൊരു ഓബ്ജക്റ്റിലേക്ക് നോക്കുന്നു, ആ ബുക്ക് തുറന്നിട്ട് ബുക്കിലെ ഒരു വാക്കിൽ നമ്മൾ നോക്കുക, ആ ഒരു വാക്കിൽ നോക്കുക, എന്നിട്ട് നമ്മൾ പുറത്ത് ജനലിൽ ആ വെളിയിലുള്ള സംഗതി എന്താണെന്ന് നോക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ ഫോക്കസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കണ്ണിന്റെ ആ ഒരു ലെൻസ് എന്ന് പറയുന്നത് ശരിക്കും അത് ഷേപ്പ് ചേഞ്ച് ചെയ്യും, ഈ ഒരു ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഡിഫറൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്.
അപ്പൊ ഈ ചേഞ്ചസിനെ ശരിക്കും ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ ഓരോ ഓബ്ജക്റ്റും നമ്മളിൽ നിന്ന് എന്ത് ദൂരെയാണ് എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ കിനസ്തെറ്റിക് ക്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സെൻസറി ഇൻഫർമേഷൻ പ്രത്യേകിച്ചും പ്രൊവൈഡഡ് ബൈ മസിൽസ്, ദ ടെൻഡൻസ്, ദ ജോയിൻസ്, ഇതൊക്കെ ഉപയോഗിച്ച് എന്താ പറയേണ്ടത്, നമുക്ക് ആ ഒരു പൊസിഷൻ ആൻഡ് മൂവ്മെന്റ് ഓഫ് ദ ബോഡി ആൻഡ് ലിംസ്, ശരീരത്തിന്റെയും കൈകാലുകളുടെയൊക്കെ പൊസിഷനും മൂവ്മെന്റും നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സ്പേഷ്യൽ ഓറിയന്റേഷനും നമ്മുടെ ചുറ്റാകെ നമ്മൾ നടത്തുന്ന ആ ഒരു മൂവ്മെന്റ് സാഹചര്യം, നമ്മുടെ ചുറ്റാകെ നമ്മൾ നടത്തുന്ന ആ ഒരു മൂവ്മെന്റും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കിനസ്തെറ്റിക് അവയർനെസ് നമുക്ക് ഉള്ളത് കൊണ്ടാണ് എന്താ പറയേണ്ടത്, നമുക്ക് ആ ഒരു സെൻസ് ഉണ്ടാകുന്നത് നമ്മുടെ കൈയും കാലും ഒക്കെ എവിടെയാണ്, ഏത് ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്യുന്നു, അടുത്തതിനി എങ്ങോട്ട് പോകുന്നു, നമുക്ക് ആ ഒരു വിഷ്വൽ ഇൻപുട്ട് ഇല്ല എങ്കിൽ പോലും നമുക്കത് സംഭവിക്കുന്നത് അങ്ങനെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ മൂവ്മെന്റ് കോർഡിനേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നമുക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ പലപ്പോഴും ചില റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് അവരുടെ വാഷ്റൂമും എന്താ പറയേണ്ടത്, ആ ഒരു നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഹാൾ റൂമുമായിട്ട് ചെറിയ ഒരു ഹൈറ്റിന്റെ ഒരു ഡിഫറൻസ് ഒരു പക്ഷേ അവിടെ ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതെല്ലാം ഒരു ഒറ്റ ലെവലിൽ കിടക്കുന്നതാണെന്നാണ്. നമ്മൾ ആ വാഷ്റൂമിലേക്ക് ചെല്ലുമ്പോൾ ഒരു പക്ഷേ അതൊരു പടി താഴെയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ ആ കാലെടുത്ത് നമ്മൾ അങ്ങ് വെച്ച് പോവുകയാണെങ്കിൽ, കാരണം കാൽ എവിടെയാണ് എത്തേണ്ടിയത്, നമ്മുടെ ഇപ്പൊ നിൽക്കുമ്പോൾ നമ്മൾ വലത്തെ കാലെടുത്ത് വെച്ചിട്ടാണ് അങ്ങോട്ട് കയറുന്നതെങ്കിൽ ഇടത്തെ കാല് നിൽക്കുന്ന അതേ പൊസിഷനിൽ എത്തുമ്പോൾ നമ്മൾ അവിടെ ലാൻഡ് ചെയ്യണം എന്നുള്ളതല്ലേ നമ്മുടെ ഉദ്ദേശം. പക്ഷേ ആ ലാൻഡിങ്ങിൽ നമ്മൾ നിൽക്കത്തില്ല, കാരണം അവിടെ വീണ്ടും കുറച്ചും കൂടെ ആഴമുണ്ട് ആ ഒരു ഫ്ലോറിന്. അപ്പൊ നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ ബാലൻസ് പെട്ടെന്ന് തെറ്റിപ്പോകുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ അനുഭവിച്ചിട്ടില്ലേ. അതാണ് എന്താ പറയേണ്ടത്, ഈ ഒരു ഡിഫറൻസ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നൗ ലെറ്റ് us look at എന്താണ് ഈ ബോട്ടം അപ്പ് ആൻഡ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്നുള്ളത്. ഇപ്പൊ ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് റെഫേഴ്സ് ടു ദ പെർസെപ്ഷൻ ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ സെൻസറി ഇൻപുട്ട്. സെൻസറി ഇൻപുട്ട് എന്ന് പറയുന്നത് സ്റ്റിമുലസ് ആണ് അല്ലെ. ആൻഡ് ഈ ഒരു പെർസെപ്ഷൻ ഇറ്റ് ആക്ച്വലി സ്റ്റാർട്ട്സ് ബിൽഡിംഗ് അപ്പ് ആസ് ഇൻഡിവിജ്വൽസ് perceive finer details. അതാണ് ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്താണ്, ആ ഒരു പെർസെപ്ഷൻ നമ്മൾ തുടങ്ങുന്നത് നമുക്ക് കിട്ടുന്ന സ്റ്റിമുലസിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. അതായത് ആ ഒരു സെൻസറി ഇൻപുട്ട് എന്താണോ അതിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. ആൻഡ് ഈ പെർസെപ്ഷൻ നമുക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വരുന്നത് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതോടുകൂടി ഇത് സ്ട്രോങ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് അത് ഡേറ്റ ഡ്രിവൻ ആണ്. എന്ന് പറഞ്ഞാൽ ആ സെൻസറി ഇൻപുട്ടോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ പെർസെപ്ഷൻ പല രീതിയിലേക്ക് മാറി പോകുന്നു എന്നുള്ളത്. ഓക്കെ, ആൻഡ് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇറ്റ് ബിഗിൻസ് വിത്ത് ദ സ്മോളസ്റ്റ് പീസസ് ഓഫ് സെൻസറി ഇൻഫർമേഷൻ ആൻഡ് ദെൻ ഇറ്റ് ബിൽഡ്സ് എ ലാർജർ ഇമേജ് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് പ്രധാനമായിട്ട് ഈ ബോട്ടം അപ്പ് പെർസെപ്ഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് പ്രയർ നോളജ് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ ബോട്ടം അപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആർട്ടിക്കിൾ വായിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, വി ഹാവ് ടു റെക്കഗ്നൈസ് ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ്. ആദ്യം നമ്മൾ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് അതിൽ നിന്ന് നമുക്ക് അറിയാമെങ്കിൽ അല്ലേ ആ വാക്കുകൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയൂ. അപ്പൊ ആ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് അറിഞ്ഞ് പിന്നെ വാക്കുകൾ വായിച്ച് എങ്കിലല്ലേ ആ ഒരു കംപ്ലീറ്റ് സെന്റൻസിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കോ, അപ്പോൾ ഈ ഒരു പെർസെപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഡ്രിവൻ ബൈ കൊഗ്നിഷൻ. കൊഗ്നിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ എക്സ്പീരിയൻസസ്, നമ്മുടെ എക്സ്പെക്ടേഷൻസ്, നമ്മുടെ നോളജ്, ഇതനുസരിച്ചാണ് ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് അത് കോൺസെപ്റ്റ് ഡ്രിവൻ ആണ്. അപ്പൊ ഇതിവിടെ ഡേറ്റ ഡ്രിവൻ ആണ്. കാരണം കുറേശ്ശെ ഡേറ്റ കളക്ട് ചെയ്ത് നമുക്ക് മുൻ പരിചയം ഇല്ലാത്ത ഒരു ഏരിയയിൽ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ കൊഗ്നിഷൻ ഉപയോഗിക്കുന്നത്, നമ്മുടെ എക്സ്പെക്ടേഷൻ ഉപയോഗിക്കുന്നത്,
ആ ഒരു സെൻസറി ഡേറ്റ എന്താണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് എന്താ പറയേണ്ടത്, അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയേ, അണ്ടർസ്റ്റാൻഡിങ് എ സെന്റൻസ് ഡിസ്പൈറ്റ് എറേഴ്സ് ബൈ യൂസിങ് ദ കോണ്ടെക്സ്റ്റ്. അപ്പോ നമുക്ക് ചിലപ്പം ആരെങ്കിലും നമുക്ക് എഴുതി തന്നതിനകത്ത് തെറ്റുകളുണ്ട്, അക്ഷരത്തെറ്റുകളുണ്ട്. അപ്പോൾ അക്ഷരത്തെറ്റുകൾ ഉണ്ടെങ്കിലും അതെന്താണ് ആ എഴുതിയേക്കുന്നത് എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഇതെന്താ, അതിന്റെ ചുറ്റുപാടുമുള്ള മറ്റു വാക്കുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ട് ഈ അർത്ഥം കണ്ടെത്താൻ സാധിക്കുന്നത്? നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, നമ്മുടെ പ്രീവിയസ് നോളജിൽ നിന്ന് നമ്മൾ ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് രണ്ടിനെ ഒന്ന് കമ്പയർ ചെയ്യുന്നതിന് എന്താ പറയണ്ട, ബോട്ടം അപ്പ് പ്രോസസ്സിങ്ങും ടോപ്പ് ഡൗൺ പ്രോസസ്സിങ്ങും, ഇതിന്റെ ഡിഫറൻസസ് അല്ലെങ്കിൽ ഇതിന്റെ സിമിലാരിറ്റീസ്, ഡിഫറൻസസ് നമുക്കൊരു ചോദ്യമായിട്ട് വരാം. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദ ടേബിൾ. ഈ ടേബിൾ തന്നെ നിങ്ങളുടെ നോട്ട്സിലും ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഡയറക്റ്റ് പെർസെപ്ഷൻ എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ ഡയറക്റ്റ് പെർസെപ്ഷനെ എക്കോളജിക്കൽ പെർസെപ്ഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതെന്താ ശരിക്കും ഈ ഒരു ഡയറക്റ്റ് പെർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഓൾ necessary information for perception is available in the environment. അത് ഒരു ഘടകം. അപ്പൊ ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് പറയുന്നതിന്റെ ആദ്യ ഘടകം എന്ന് പറയുന്നത് നമുക്കൊരു സംഗതിയെ പെർസീവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ ഇൻഫർമേഷനും ആ സാഹചര്യത്തിലുണ്ട്, ആ ചുറ്റുപാടിലുണ്ട് എന്നുള്ളത് ഒന്ന്. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദിസ് ക്യാൻ ബി ഡയറക്ട്ലി പിക്ഡ് അപ്പ് ബൈ ദ സെൻസസ് വിത്തൗട്ട് ദ നീഡ് ഫോർ കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ്. അപ്പോ ഡയറക്റ്റ് പെർസെപ്ഷൻ ഇതാണ്. ഇപ്പൊ ഡയറക്റ്റ് പെർസെപ്ഷനിൽ നമുക്ക് കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് വേണ്ട. ഇപ്പൊ കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നോളജ്, പ്രീവിയസ് നോളജ്, നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ എടുക്കുന്നു എന്നുള്ളത്. അപ്പൊ ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലൂസും ക്യൂസും ആ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടെന്നും അത് എന്താ പറയേണ്ടത്, നമ്മുടെ സെൻസസിന് ഡയറക്റ്റ് ആയിട്ട് എടുത്തങ്ങ് ഉപയോഗിക്കാം. അതിനകത്ത് നമ്മൾ മെമ്മറിയും റിക്കോളും ഒന്നും പെടുത്താതെ തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അപ്പോ ഇതിന്റെ കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ആദ്യം ഒന്ന് എഫോർഡൻസസ് എന്നുള്ളതാണ്. അപ്പൊ എഫോർഡൻസ് എന്താണ്? എൻവയറമെന്റൽ ഫീച്ചേഴ്സ് ദാറ്റ് സജസ്റ്റ് ആക്ഷൻസ്. അപ്പൊ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആക്ഷൻ എന്നുള്ളതാണ്. ദിസ് ഇസ് പ്രൊവൈഡഡ് ബൈ ദി എൻവയറമെന്റ്. ഉദാഹരണത്തിന് ഒരു കസേര ഉണ്ടെങ്കിൽ ആ കസേരയിൽ നമുക്ക് ഇരിക്കാം എന്നുള്ള ആ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ വരുന്നത്, അതാണ് എഫോർഡൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി, ഇരിക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള അവസരം നമുക്കുണ്ടാകുന്ന ആ ഒരു കസേരയുടെ സാന്നിധ്യം. മറ്റൊന്ന് ഇൻവേരിയന്റ് ഇൻഫർമേഷൻ, അത് മറ്റൊരു കീ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതെന്താണ്? സ്റ്റേബിൾ ക്യൂസ് ഇൻ ദി എൻവയറമെന്റ് ഫോർ ഡയറക്റ്റ് പെർസെപ്ഷൻ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ, വേരിയബിൾ അല്ല, സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മുടെ ആ ഒരു എൻവയറമെന്റിൽ, ആ സാഹചര്യത്തിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. ആ ക്യൂസ് അവിടെ അതേപോലെ നിലനിൽക്കും. ഒബ്സർവ് ചെയ്യുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാടിലാണ് ചേഞ്ചസ് വരുന്നത്. അതാണ് ഇൻവേരിയന്റ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ അവിടെ മാറില്ല, കസേരയായിട്ട് തന്നെ അവിടെ നിൽക്കും. അപ്പൊ എൻ്റെ കാഴ്ചപ്പാടിൽ കസേര എനിക്ക് ഇരിക്കാനായിട്ട് ഉപയോഗിക്കാം. മറ്റൊരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ ആ കസേരയുടെ പുറത്ത് കയറി നിന്ന് എന്തെങ്കിലും ഹൈറ്റിൽ ഇരിക്കുന്ന ഒന്ന് എടുക്കാം, മറ്റൊരു കാഴ്ചപ്പാട് അവിടെ വരുന്നത്. പക്ഷെ കസേര എന്നുള്ള കോൺസ്റ്റന്റ് അവിടെ നിലനിൽക്കുകയാണ്, കോൺസ്റ്റന്റ് എന്നുള്ള ആ ഒരു രീതി അല്ലേ? ഓക്കെ, അപ്പോ ഇതിനകത്ത് ഒരു സപ്പോർട്ടിംഗ് തിയറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദി ഗിസ്ബോണിയൻ തിയറി. ഇപ്പൊ ഗിസ്ബോണിയൻ തിയറിയിൽ അവർ എംഫസിസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻഫർമേഷൻ ഫ്രോം ദി എൻവയറമെന്റ്. അപ്പോൾ ഇത് ജെയിംസ് ജെ ഗിബ്സൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്, അതായത് ആ ഒരു എൻവയറമെന്റിന്റെ റോള്, അന്തരീക്ഷത്തിന്റെ റോള് നമുക്ക് ആ ഒരു ഡയറക്റ്റ് ഇൻഫർമേഷൻ തരുന്നതിന് വേണ്ടിയിട്ട് പെർസെപ്ഷൻ ത്രൂ എന്താ പറയേണ്ടത്,
ഇൻവേരിയന്റ് സ്ട്രക്ചേഴ്സ്, അതായത് മാറാത്ത ആ സ്ട്രക്ചേഴ്സ്, ഇൻവേരിയന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാറുന്നില്ല, അത് എങ്ങനെ നമുക്ക് ഓരോന്ന് പെർസീവ് ചെയ്യുന്നതിനുള്ള ആധാരമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇത് ഒരെണ്ണമാണ് ഇതിനകത്ത് നമുക്ക് വരേണ്ടിയത് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി നോട്ട്സ് ഒന്നും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ പറയണ്ടേ, ഇതിന്റെ മറ്റ് കാഴ്ചപ്പാടും കുറച്ച് നോട്ട്സും കൂടിയൊക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഈ പെർസെപ്ഷൻ കോൺസെപ്റ്റ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, അതിനെ കമ്പൈൻ ചെയ്യാം എന്നുള്ളത് ഞാനത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഓൾറെഡി പിന്നെ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഈ പെർസെപ്ഷൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അത് ഈ ഒരു ലെസൺ കുറച്ചും കൂടെ ഒന്ന് ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കൊടുത്തേക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇതിൻ്റെ ഒന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു ഡയറക്റ്റ് നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Which of the following is not a characteristic of perception? പെർസെപ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഈ 4 എണ്ണത്തിൽ എന്താണെന്നാണ് ചോദ്യം. അപ്പോ എന്താ പറയേണ്ടത്, ഇതിനകത്ത് 3 എണ്ണം പെർസ്പെക്റ്റീവിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഒബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്നുള്ളത് എന്താ പറയേണ്ടത്, പെർസെപ്ഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ല. പെർസെപ്ഷനെ ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, now number 2, ഒരു application based scenario ആണിത്. A person sees a series of dots, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെയാ, that are close to each other on a piece of paper. ഒരു പീസ് ഓഫ് പേപ്പറിനകത്ത് ഡോട്ട്സ്, ഈ കുത്തുകൾ ഇട്ടേക്കുന്നത് കാണുന്നത്, they are close to each other എന്നുള്ളതാണ്. അപ്പോൾ they perceive these dots as a single group. Which Gestalt principle is at work here? അപ്പൊ ഇത് അടുത്തടുത്ത് ഇങ്ങനെ ഈ ഡോട്ട്സ് കിടക്കുന്നത് കൊണ്ട് അതിനെ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് നമ്മൾ അതിനെ പെർസീവ് ചെയ്യും. അപ്പൊ അത് ഏത് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ വരുന്നത്? ദിസ് ഇസ് ഓപ്ഷൻ സി, പ്രോക്സിമിറ്റിയുടെ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ വരുന്നത്, അല്ലേ? Now let's look at question number 3. അപ്പോൾ മാച്ചിങ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസിനെയും അതിന്റെ ഡെഫിനിഷൻസുമായിട്ട് നമുക്ക് ഇവിടെ മാച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തത് സൈസ് കോൺസ്റ്റൻസിയാണ്. അപ്പൊ സൈസ് കോൺസ്റ്റൻസി എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. പെർസീവിംഗ് എൻ ഓബ്ജക്ട് ആസ് ഹാവിംഗ് എ കോൺസ്റ്റന്റ് സൈസ് റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദി ഒബ്സർവർ. ഒബ്സർവറിൽ നിന്ന് എത്ര ദൂരെയാണെങ്കിലും അതിന്റെ സൈസ് കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷേപ്പ് കോൺസ്റ്റൻസി, അത് ബി തന്നെയാണ് അതിന്റെ ഉത്തരം. റെക്കഗ്നൈസിംഗ് എൻ ഓബ്ജക്ട് ആസ് ഹാവിംഗ് എ ഫിക്സ്ഡ് ഷേപ്പ്, അതാണ് ഷേപ്പ് കോൺസ്റ്റൻസി. കളർ കോൺസ്റ്റൻസി എന്താണ്? Perceiving the colors of objects as relatively constant. And brightness constancy എന്താണ്? Perceiving an object's brightness as constant. അപ്പൊ ഇതാ ഇത് നമ്മൾ ഓർത്തു വെച്ചോളുക. ഇത് നമുക്കൊരു മാച്ചിങ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ വരാം. ഇനി അതല്ലെങ്കിൽ ഇതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിക്കത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിതിന് വരാം. ഇനി മറ്റൊരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ നോക്കാം. When driving, a person notices that the road appears to converge in the distance. Okay. Which monocular cue for depth perception is being observed here? അപ്പോൾ എന്താ പറയേണ്ടത്? ലീനിയർ പെർസ്പെക്റ്റീവ് ആണ് ഇവിടെ വരുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് ലീനിയർ പെർസ്പെക്റ്റീവ്? കാരണം അതൊരു മോണോക്കുലർ ക്യൂ ആണ്, where parallel lines tend to converge. ഓക്കെ, ഒരു ഡിസ്റ്റൻസിന്. ഇനി അടുത്തത് ഒരു ഡയറക്റ്റ് നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Which of the following best describes bottom up processing in perception? Bottom up പ്രോസസ്സിംഗ് ഇൻ പെർസെപ്ഷൻ എന്ത് കാണിക്കുന്നു? അപ്പൊ ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ അതിനകത്ത് വരുന്നത്? ബിൽഡിംഗ് പെർസെപ്ഷൻ ഫ്രം റോ സെൻസറി ഇൻപുട്ട്, സ്റ്റാർട്ടിങ് വിത്ത് സ്മോൾ ഡീറ്റെയിൽസ്, ഫൈൻ ഡീറ്റെയിൽസ്, എന്നിട്ട് അതിനെല്ലാം കൂടെ അടുക്കി പറക്കി അതിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ ഡെവലപ്പ് ചെയ്യുന്നു. സോ ബി ഇസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 6 മാച്ചിങ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഇവിടെ എന്താ പറയണ്ട? മാച്ച് ദ ഫോളോയിങ് ഡെപ്ത് പെർസെപ്ഷൻ ക്യൂസ് വിത്ത് ദിയർ കാറ്റഗറീസ്. ഇവിടെ നമുക്ക് 4 ക്യൂസ് ഉണ്ട്, 2 കാറ്റഗറി ഉണ്ട്. അപ്പോൾ കാറ്റഗറി എന്തൊക്കെയാണ്? ബൈനോക്കുലർ ക്യൂ ആൻഡ് മോണോക്കുലർ ക്യൂ. അപ്പോൾ ഈ ബൈനോക്കുലർ ക്യൂ ഏതിന്റെ ഭാഗമാണ്? ഈ ബൈനോക്കുലർ ഡിസ്പാരിറ്റി ബൈനോക്കുലർ ക്യൂവിന്റെ ഭാഗമാണ്, അല്ലെ? അപ്പൊ ഇതിനെ ഇവിടെ നമുക്ക് മാച്ച് ചെയ്യാം. ഇന്റർപൊസിഷൻ ശരിക്കും മോണോക്കുലർ ക്യൂ ആണ്. കൺവേർജൻസ് അഗെയിൻ ബൈനോക്കുലർ ക്യൂ ആണ്.
ആൻഡ് ഈ ടെക്സ്ചർ ഗ്രേഡിയന്റോ അത് മോണോക്യുലർ ക്യൂ ആണ്. ഓക്കെ. നമ്പർ 7 വീണ്ടും ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ യു ആർ റീഡിങ് എ സെന്റൻസ് വിത്ത് മിസ്സിംഗ് ലെറ്റേഴ്സ്. ഒരു സെന്റൻസ് വായിക്കുന്ന അതിന്റെ ഇടയിൽ ചില വാക്കുകൾ മിസ്സിംഗ് ആണ്. യെറ്റ് യു സ്റ്റിൽ അണ്ടർസ്റ്റാൻഡ് ദ സെന്റൻസ് കറക്റ്റ്ലി. കുറച്ച് വാക്കുകൾ അതിന്റെ ഇടയിൽ മിസ്സിംഗ് ആണെങ്കിൽ പോലും ആ സെന്റൻസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് പെർസെപ്ച്വൽ പ്രോസസ്സിംഗ് ഇസ് ഹെൽപ്പിംഗ് യു അണ്ടർസ്റ്റാൻഡ് ദ സെന്റൻസ്? ഏതാണ്? ഓപ്ഷൻ ബി ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് ആണ് ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് ശരിക്കും പ്രയർ നോളജ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 8 ഒരു ഡയറക്റ്റ് നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Which theory suggests that all necessary information for perception is available directly in the environment without the need for cognitive processing? Cognitive processing ന്റെ ആവശ്യം ഇല്ലാതെ നമുക്ക് എല്ലാ നോളജും അവൈലബിൾ ആണെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി ഗിബ്സോണിയൻ തിയറി അല്ലെ, നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ഒന്നാണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9 ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. A person perceives a flat surface without consciously thinking about depth cues. ഡെപ്ത് ക്യൂസിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു വ്യക്തി ഒരു സ്ഥലത്തിനെ ഒരു ഫ്ലാറ്റ് സർഫസ് ആയിട്ട് പെർസീവ് ചെയ്യും. അപ്പൊ ദിസ് പെർസെപ്ഷൻ അലൈൻസ് വിത്ത് വിച്ച് കോൺസെപ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. സോ ദിസ് ഇസ് കോൾഡ് ഡയറക്റ്റ് പെർസെപ്ഷൻ അല്ലെ. ആ ഡെപ്ത് ക്യൂസിനെ കുറിച്ച് ആലോചിക്കാതെ ആ ഒരു സാഹചര്യത്തിൽ നിന്നുള്ളത്, ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ഡയറക്റ്റ് പെർസെപ്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which Gestalt principle explains why we perceive a series of connected lines as single continuous figure? കണക്റ്റഡ് ആയിട്ടുള്ള ലൈൻസിനെ ഏത് പ്രിൻസിപ്പിൾ ആണ് സജസ്റ്റ് ചെയ്യുന്നത്? അതിനെ നമ്മൾ ഒരു കണ്ടിന്യൂസ് ഫിഗർ ആയിട്ട് കാണുന്നു. ഇറ്റ്സ് വെരി സിമ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂയിറ്റി എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ നോട്ട്സിൽ കുറെ കൂടെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പാണ് വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഈ ലെസൺസ്, അതിന്റെ അപ്ഡേറ്റ്സ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡെയിലി ക്വിസ് നമ്മൾ നടത്തും. ആൻഡ് അതേപോലെ എന്താ പറയേണ്ടത്, വീക്ക്ലി നടത്തുന്ന ആ ഒരു ക്വിസ് അല്ല മോക്ക് ടെസ്റ്റിലും ഒക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. ആൻഡ് നിങ്ങളുടെ ലൈവ് ക്ലാസ്സസിനുള്ള ഇൻഫർമേഷനും നിങ്ങൾക്ക് എന്താ പറയേണ്ടത് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലായിരിക്കില്ലേ. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. മൈ നെയിം ഇസ് സെബാസ്റ്റ്യൻ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ അഹെഡ്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.